ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതഗോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം. അധ്യാത്മദീപമദിതിദീർഷദം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം. തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം ശ്രീ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. വിനായക ചതുർത്ഥിയുടെ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളാണ്. എല്ലാവർക്കും ആശംസകൾ തുടരുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദശമസ്കന്ധം നമ്മൾ കഴിഞ്ഞ അധ്യായം 9-ാം അധ്യായത്തിൽ ഉലൂഖലബന്ധനം എന്നുള്ള ആ ഭാഗം, ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ലീല, ആദിയും അന്തവും അകവും പുറവുമില്ലാത്ത ആ ഭഗവാനെ യശോദ തൻ്റെ അഹന്താ മമതകളെ കൊണ്ട് ബന്ധിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ അത് സാധിച്ചില്ല. അവസാനം എല്ലാ അഹങ്കാരവും പോയി അവശയായപ്പോൾ, ദീനഭാവം വന്നപ്പോൾ ഭഗവാൻ കാരുണ്യം കൊണ്ട് സ്വയം ബന്ധനസ്ഥനാവാൻ അനുവദിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു ഭക്തവാത്സല്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒക്കെ കഥ ആയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഈ അധ്യായത്തിലും കാണിക്കുകയാണ്. കുബേരൻ്റെ 2 പുത്രന്മാർ, നളകൂപര മണിഗ്രീവന്മാർ, അവരാണ് ഗോകുലത്തിൽ 2 അർജുന വൃക്ഷങ്ങളായി നിന്നിരുന്നത്. ആ വൃക്ഷങ്ങളെ ഭഗവാൻ കണ്ടു. നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് വൃക്ഷങ്ങളായി തീർന്ന കുബേരപുത്രന്മാരാണവർ, നളകൂപരനും മണിഗ്രീവനും എന്നുള്ള ആ ഒരു കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നാരദ മഹർഷി എന്തിന് ശപിച്ചു? ഈ കുട്ടികൾ അല്ലെങ്കിൽ കുബേരപുത്രന്മാർ എന്ത് കുരുത്തക്കേടാണ് ചെയ്തത്? എന്ത് പാപമാണ് അവർ ചെയ്തത്? നാരദ മഹർഷിയെ പോലൊരു കരുണാമൂർത്തിക്ക് കോപം വരണമെങ്കിൽ അവരത്രയും കഠിനമായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുണ്ടാവും. അതും വൃക്ഷമായിട്ട്, സ്ഥാവരമായിട്ട് തീരണമെങ്കിൽ അതിലും വലിയ പാപമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ എന്ത് പാപമാണ് ചെയ്തത് എന്ന് അന്വേഷിക്കുകയാണ് ശ്രീ പരീക്ഷിത്ത് രാജാവ്. അതിന് മറുപടിയായിട്ട് അവരുടെ ശാപകഥ ശ്രീ സുഖബ്രഹ്മർഷി പറയുന്നു. എന്തിനു വേണ്ടി? ഇതുപോലെയുള്ള ശാപത്തിന് നമ്മൾ വിധേയരാവാതിരിക്കാൻ വേണ്ടി, ഇതുപോലെയുള്ള കുരുത്തക്കേടുകൾ നമ്മൾ കാണിക്കാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ കുരുത്തക്കേടാണെന്നുള്ള അറിവ് ഉണ്ടെങ്കിലേ കുരുത്തക്കേട് കാണിക്കാതിരിക്കുള്ളൂ, അല്ലേ? അപ്പോൾ എപ്പോഴും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കഥകളൊക്കെയാണ് അങ്ങനെയുള്ള ബോധത്തെ നിലനിർത്തുന്നത്. വെറും ഉപദേശങ്ങൾ കൊണ്ട് മാത്രം തത്വങ്ങൾ നിലനിൽക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും എന്താ പറയുക, അനുഭവങ്ങളെ കഥാരൂപത്തിലൂടെ അവതരിപ്പിച്ച് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ മഹന്നിന്ദ
എന്നുള്ള ആ കാര്യവും, അതുപോലെ ഐശ്വര്യ മതം കൊണ്ട് എന്ത് തോന്നിയ ഭാസവും കാണിക്കുക എന്നുള്ള ആ ഒരവസ്ഥയും, ഇത് രണ്ടും നിന്ദ്യമാണ്. അവര് എന്താ പറയുക, നരകങ്ങളിലേക്ക് പതിക്കും, സ്ഥാവരാവസ്ഥയെ പ്രാപിക്കും എന്നുള്ള ഒരു സൂചന നമുക്ക് എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ ഇവിടെ ശ്രീ ശുഖബ്രഹ്മർഷി വർണ്ണിക്കുന്നത്. പരീക്ഷത്ത് രാജാവ് ചോദിച്ചതും അതുകൊണ്ട് തന്നെ ലോകാനുഗ്രഹത്തിനായിട്ടാണ് ഈ ചോദ്യം. ഉത്തരവും ലോകാനുഗ്രഹം തന്നെ. അപ്പോൾ ആ ഭാഗം നമുക്ക് വായിക്കാം. 10-ാം അധ്യായം വായിച്ചിട്ട് നമുക്ക് കഥ കാണാം വിസ്തരിച്ച്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ദശമോऽധ്യായഃ. രാജോവാച കഥ്യതാം ഭഗവന്നേതത്തയോ ശാപസ്യ കാരണം യത്തദ്വിഗർഹിതം കർമ്മ യേന വാ ദേവർഷേഃ തമഃ. ശ്രീശുക ഉവാച രുദ്രസ്യാനുചരൗ ഭൂത്വാ സുധൃത്തൗ ധനദാത്മജൗ കൈലാസോപവനേ രമ്യേ മന്ദാകിന്യാം മദോൽക്കടൗ വാരുണീം മദിരാം പീത്വാ മദാഘൂർണിതലോചനൗ സ്ത്രീജനൈരനുഗായദ്ഭിഃ ചേരതുഃ പുഷ്പിതേ വനേ. അന്തഃ പ്രവിശ്യ ഗംഗായാം അംഭോജവനരാജിനി ചിക്രീഡതുർയുവതിഭിഃ ഗജൗ ഇവ കരേണുഭിഃ. യദൃച്ഛയാ ച ദേവർഷിഃ ഭഗവാൻ തത്ര കൗരവ അപശ്യൻ നാരദോ ദേവൗ ക്ഷീപാണൗ സമബുദ്ധ്യത. തം ദൃഷ്ട്വാ വ്രീഡിതാ ദേവ്യോ വിവസ്ത്രാ ശാപശങ്കിതാഃ വാസാംസി പര്യധുഃ ശീഘ്രം വിവസ്ത്രൗ നൈവ ഗുഹ്യകൗ. തൗ ദൃഷ്ട്വാ മദിരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യൻ ഇദം ജഗൗ. നാരദ ഉവാച നഹ്യന്യോ ജുഷതോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോ രജോ ഗുണഃ ശ്രീമദാദാഭിജാത്യാദിഃ യത്ര സ്ത്രീദ്യൂതം ആസവഃ ഹന്യന്തേ പശവോ യത്ര നിർദയൈരജിതാത്മഭിഃ മന്യമാനൈരിമം ദേഹം അചരാമൃത്യുനശ്വരം. ദേവസംജ്ഞിതമപ്യന്തേ കൃമിവിഡ് ഭസ്മസംജ്ഞിതം ഭൂതദൃക് തൽകൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ. ദേഹ കിം അന്നദാതുഃ സ്വം നിഷേക്തുഃ മാതുരേവ ച മാതുഃ പിതുർവാ ബലിനഃ ക്രേതുരഗ്നേഃ ശുനോഭിവാം. ഏവം സാധാരണം ദേഹം അവ്യക്തപ്രഭവാപ്യയം കോ വിദ്വാനാത്മസാത് കൃത്വാ ഹന്തി ജന്തൂൻ ഋതേ അസതഃ. അസതഃ ശ്രീമദാന്തസ്യ ദാരിദ്ര്യം പരമഞ്ജനം ആത്മൗപമ്യേന ഭൂതാനി ദരിദ്രഃ സ പരമീക്ഷത്തെ. യഥാ കണ്ടകവിദ്ധാംഗോ ജന്തോർനേച്ഛതി താം വ്യഥാം ജീവസാമ്യം ഗതോ ലിംഗൈഃ ന തദാ വിദ്ധകണ്ടകഃ. ദരിദ്രോ നിരഹം സ്തംഭോ മുക്തഃ സർവമദൈരിഹ കൃച്ഛ്രം യദൃച്ഛയാ പുനോതി തദ്ധി തസ്യ പരം തപഃ. നിത്യം ക്ഷുക്ഷാമദേഹസ്യ ദരിദ്രസ്യാന്നകാംക്ഷിണഃ ഇന്ദ്രിയാണ്യനുശുഷ്യന്തി ഹിംസാപി വിനിവർത്തത്തെ. ദരിദ്രസ്യൈവ യുജ്യന്തെ സാധവഃ സമദർശിനഃ സദ്ഭിക്ഷിണോതി തം തർഷം തത ആരാത് വിശുദ്ധ്യതി. സാധൂനാം സമചിത്താനാം മുകുന്ദചരണൈഷിണാം ഉപേക്ഷ്यै കിം ധനസ്തംഭൈഃ അസദ്ഭിർ അസദാശ്രയൈഃ. തദഹം മത്തയോർമാദ്വ്യാ വാരുണ്യാ ശ്രീമദാന്തയോഃ തമോ മദം ഹരിഷ്യാമി സ്ത്രൈണയോർ അജിതാത്മനോഃ. യദിമൗ ലോകപാലസ്യ പുത്രൗ ഭൂത്വാ തമഃ പ്ലുതൗ ന വിവാസസം ആത്മാനം വിജാനീതഃ സുദുർമദൗ. അതോർഹത സ്ഥാവരതാം സ്യാതാം നൈവം യദാ പുനഃ സ്മൃതി സ്യാൽമത്പ്രസാദേന തത്രാപി മദനുഗ്രഹാത്.
വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വാ ദിവ്യശരക്ഷതേ വൃത്തേ സ്വർലോകതാം ഭൂയോ ലബ്ധഭക്തി ഭവിഷ്യതഃ. ശ്രീശുക ഉവാച ഏവമുക്ത്വാ സ ദേവർഷിഃ ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവൗ ആസതുർയമളാർജുനൗ. ഋഷേർഭാഗവതമുഖ്യസ്യ സത്യം കർത്തും വചോ ഹരിഃ ജഗാമശനകൈസ്തത്ര യത്രാസ്താം യമളാർജുനൗ. ദേവർഷിർമേ പ്രിയതമോ യദിമൗ ദനദാത്മജൗ തത്തഥാ സാധയിഷ്യാമി യദ്ഗീതം തന്മഹാത്മനാ. ഇത്യന്തരേണാർജുനയോഃ കൃഷ്ണസ്തു യമയോർയയൗ ആത്മനിർവേശമാത്രേണ തിര്യഗതം ഉലൂകലം. ബാലേന നിഷ്കർഷയതാന്വകുലൂകലം തത് ദാമോദരേണ തരസോൽക്കലിതാംഗ്രിബന്ധൗ. നിഷ്പേദതു പരമവിക്രമിതാദിവേവ സ്കന്ദപ്രവാളവിടവൗ കൃതചണ്ഡശബ്ദൗ. തത്ര ശ്രിയാ പരമയാ കകുബസ്ഫുരന്തൗ സിദ്ധൗ ഉപേത്യ കുജയോരിവ ജാതവേദാഃ. കൃഷ്ണം പ്രണമ്യ ശിരസാഖില ലോകനാഥം ബദ്ധാഞ്ജലി വിരചസൗ ഇദമൂചതുസ്മാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യഃ പുരുഷഃ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാ വിദുഃ. ത്വമേകഃ സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വരഃ. ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയൈശ്വരഃ. ത്വം മഹാൻ പ്രകൃതിഃ സൂക്ഷ്മോ രജഃ സത്വതമോ മയീ. ത്വമേവ പുരുഷോ അധ്യക്ഷഃ സർവക്ഷേത്രവികാരവിത്. ഗൃഹ്യമാണൈഃ ത്വമഗ്രാഹ്യോ വികാരൈഃ പ്രാകൃതൈർഗുണൈഃ. കോന്വിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃതഃ. തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ. ആത്മദ്യോതഗുണൈച്ഛന്നമഹിംനേ ബ്രഹ്മണേ നമഃ. യസ്യാവതാരാജ്ഞായന്തേ ശരീരേഷ്വശരീരിണഃ ത്വൈസ്തൈരതുല്യാതിശയൈർവീര്യൈർദേഹിഷു അസംഗതൈഃ. സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം. നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. അനുജാനീഹി നൗ ഭൂമൻ തവാനുചര കിങ്കരൗ. ദർശനം നൗ ഭഗവതഃ ഋഷേരാസീദനുഗ്രഹാത്. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം. ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ. സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ. ദൃഷ്ടിഃ സദാം ദർശനേസ്തു ഭവത്തനൂനാം. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം. ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ. സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ. ദൃഷ്ടിഃ സദാം ദർശനേസ്തു ഭവത്തനൂനാം. ശ്രീഹരയേ നമഃ. ശ്രീശുക ഉവാച ഇത്തം സങ്കീർത്തിതസ്താഭ്യാം ഭഗവാൻ ഗോകുലേശ്വരഃ. ദാംനാ ചോലൂഖലേ ബദ്ധഃ പ്രഹസന്നാഹ ഗുഹ്യകൗ. ശ്രീഭഗവാനുവാച ജ്ഞാതം മമ പുരൈവൈതത് ഋഷിണാ കരുണാത്മനാ. യത് ശ്രീമദാന്ധയോർവാഗ്ഭിഃ വിഭ്രംശോऽനുഗ്രഹഃ കൃതഃ. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം. ദർശനാന്നോ ഭവേത് ബന്ധഃ പുംസ്വക്ഷ്ണോഃ സവിതുർയഥാം. തൽഗച്ഛതം അൽപരമൗ നളകൂപരസാദനം.
സഞ്ജാതോ മയി ഭാവോ വാം ഈപ്സിതഃ പരമോ ഭവഃ. ശ്രീശുക ഉവാച ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ പുനഃ ബദ്ധോ ലൂഖലമാമന്ത്ര്യ ജഗ്മതുർദിശമുത്തരാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നാരദശാപോ നാമ ദശമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം ഉലൂഖല ബന്ധന യമളാർജുന മോക്ഷ ചരിതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മൾ ഇന്നലെ രാവിലെയും വൈകുന്നേരമായിട്ട് 2 ക്ലാസ്സുകളെ കൊണ്ട് 9-ാം അധ്യായം വിശദമായി കണ്ടു. ഗോകുലത്തിൽ ഇന്ദ്രയാഗത്തിൻ്റെ ഒരുക്കങ്ങളും തിരക്കുകളും നടക്കുന്നത് കൊണ്ട് ഗൃഹകൃത്യങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ലാതിരുന്നതുകൊണ്ട് യശോദ സ്വയം വലിയ പാത്രത്തിൽ തൈര് കടയുന്ന രംഗവും അടുപ്പത്ത് പാല് കാച്ചാൻ വെച്ചിരിക്കുന്ന സന്ദർഭവും, ആ സന്ദർഭത്തിൽ ഉണ്ണിക്കണ്ണൻ രാവിലത്തെ ശാഠ്യത്തോടുകൂടി എഴുന്നേറ്റ് വന്ന് അമ്മയുടെ മടിയിൽ കയറി പാല് കുടിക്കുന്ന രംഗവും, പകുതി കുടിച്ചുകൊണ്ട് സന്തോഷം തുടങ്ങുന്നതായിട്ടുള്ള സമയത്ത് അമ്മ അടുപ്പത്ത് പാല് തിളച്ച് പോകുന്നത് ശബ്ദം കേട്ട് മനസ്സിലാക്കി ഉണ്ണിയെ മടിയിൽ നിന്ന് തള്ളി താഴെ ഇട്ടുകൊണ്ട് അടുക്കളയിലേക്ക് ഓടിച്ചെല്ലുന്നതും അത് ഭഗവാന് ഒരുപാട് കോപം ഉണ്ടാക്കിയതും തൻ്റെ ആ കോപത്തെയും സങ്കടത്തെയും അമർഷത്തെയും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ തൈർക്കലം കല്ലുകൊണ്ടടിച്ച് പൊട്ടിച്ചതും തലേ ദിവസത്തെ വെണ്ണയെല്ലാം പാത്രത്തോട് അപഹരിച്ചു കൊണ്ടുപോയി ഉരൽപ്പുറയിലിരുന്ന് ഉരലിൻ്റെ മുകളിലിരുന്നു കൊണ്ട് സ്വയം ഭക്ഷിച്ചുകൊണ്ടും കുരങ്ങന്മാർക്കൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കള്ളൻ്റെ അവസ്ഥയെ നമ്മൾ കണ്ടു. പാല് വാങ്ങി വെച്ച് പുറത്തേക്ക് വന്ന് നോക്കിയ യശോദ തൈർക്കലം പൊട്ടിക്കിടക്കുന്നത് കണ്ട് ആദ്യം ചിരി വന്നു. ജഹാസ എന്ന് പറഞ്ഞു. അതിനുശേഷം ഉണ്ണിയെ കാണാതെ തിരയുകയായിരുന്നു. വടിയും എടുത്തുകൊണ്ടാണ് തിരയുന്നത്. ഇവനെ എങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഒന്ന് ശിക്ഷിക്കണം എന്നുള്ള ഒരു പേടിപ്പെടുത്തണം എന്നുള്ള ഭാവത്തിൽ ഉണ്ണിയെ തെരഞ്ഞു നടന്ന് ഉരൽപ്പുരയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും പതുക്കെ പിന്നിലൂടെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ ഭഗവാൻ ഓടിക്കളിക്കുന്നതും അമ്മയെ കുറേ നേരം ഓടിച്ച് ക്ഷീണിപ്പിക്കുന്നതും അമ്മ തൻ്റെ തടിച്ച ശരീരവുമായി പുറകെ ഓടി അവശയായി എന്ന് കണ്ടപ്പോൾ പതുക്കെ അലസനായി നിന്നുകൊണ്ട് പിടികൊടുത്തതും, അങ്ങനെ അമ്മ പിടിച്ചു എന്ന് കണ്ടപ്പോൾ ഭയം അഭിനയിക്കുന്ന ആ ഭഗവാന്റെ രംഗം അതിമനോഹരമായിരുന്നു, അത്ഭുതകരമായിരുന്നു. അങ്ങനെയുള്ള തലേ ദിവസത്തെ എഴുതിയ കൺമഷിയെല്ലാം മുഖത്ത് പരത്തിക്കൊണ്ട്, കണ്ണ് തിരുമ്മിക്കൊണ്ട്, ചുണ്ട് വിറച്ചുകൊണ്ട്, തല താഴ്ത്തിക്കൊണ്ട്, കുറ്റബോധത്തോടെ ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് അമ്മയുടെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കിക്കൊണ്ടും കുറ്റവാളിയെ പോലെ നിൽക്കുന്ന ആ ഭഗവാന്റെ രംഗം, അത്ഭുത രംഗം. കുന്തിദേവി ഇപ്പോഴും അത് ഓർത്തോർത്ത് വിസ്മയിക്കുന്നു എന്ന് പറഞ്ഞ ആ രംഗം
അപ്പോൾ അങ്ങനെയുള്ള കൃഷ്ണനെ ആ പേടി കണ്ടപ്പോൾ വടി ഉപേക്ഷിച്ചു അമ്മ. കയറുകൊണ്ട് ബന്ധിക്കാനായിക്കൊണ്ട് പുറപ്പെട്ടു. ഏതൊരു ഭഗവാനാണോ നാന്തർ ന ബഹിഹി ന പൂർവം നാഭിചാപരം പൂർവാപരം ബഹിശ്ചാന്തർ ജഗതോയോ ജഗച്ഛയ, ആർക്കാണോ തുടക്കവും ഒടുക്കവും അകവും പുറവുമില്ലാത്തത്, സർവത്ര പരിപൂർണനായിരിക്കുന്ന, എല്ലായിടത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്ന വസ്തു, ഏതിൻ്റെയെങ്കിലും ഉള്ളിലേക്ക് പിടിച്ച് ബന്ധിക്കാനോ ഏതിൻ്റെയെങ്കിലും പുറത്തേക്ക് പിടിച്ച് ബന്ധിക്കാനോ സാധ്യമല്ല. എവിടെയെങ്കിലും മുമ്പിൽ കൊണ്ടുപോയി കെട്ടാനോ പിമ്പിൽ കൊണ്ടുപോയി കെട്ടാനോ സാധ്യമല്ല. മുൻപും പിൻപും ഇല്ലാത്തവനും. എന്നാൽ ഈ ലോകത്തിന്റെ മുഴുവൻ പൂർവവും അപരവും അന്തവും ബഹിയുമെല്ലാം ആരാണോ, സ്വയം ജഗത്തായിരിക്കുന്നതും ആരാണോ, ആ ഭഗവാനെ ഒരു പ്രാകൃത ബാലനെ പോലെ ഗോപിക ഉലൂകലെ ദാംനാ ബബന്ധ. അപ്പൊ തന്റെ പുത്രനാണ് ആത്മജം ഇതി മത്വ. വാസ്തവത്തിൽ മർത്യലിംഗത്തിലുള്ള അധോക്ഷജനാണ്, അവ്യക്തനാണ്. പക്ഷെ അവന്റെ മാഹാത്മ്യം അറിയാതെ, അവന്റെ വൈഭവം അറിയാതെ അവനെ തനിക്ക് ബന്ധിക്കാൻ കഴിയുമെന്ന് അഭിമാനിച്ചു, അഹങ്കരിച്ചു, കയറുകൊണ്ട് ബന്ധിക്കാനായിട്ട് ആരംഭിച്ചു. എന്നാൽ കയറ് തകഞ്ഞില്ല. രണ്ടങ്കുലം കുറവായിരുന്നു. വീണ്ടും വീണ്ടും കയറുകൾ കൂട്ടിക്കെട്ടി എത്രയെത്ര യദ്യദാദത്ത ബന്ധനം തദപി ദ്വങ്കുലം ന്യൂനം. എല്ലാം എത്ര കയറ് കെട്ടിയാലും അത് രണ്ടങ്കുലം കുറവായി കാണപ്പെട്ടു. ഇങ്ങനെ തന്റെ ഗൃഹത്തിലുള്ള കയറുകൾ മുഴുവൻ ചേർത്ത് കെട്ടിയിട്ടും മറ്റുള്ള ഗോപികമാരെല്ലാം പരിഹസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവളും ചിരി വരുന്നുണ്ട്, ചിരി അഭിനയിക്കുന്നുണ്ട്. എന്നാൽ അകത്തുകൊണ്ട് വിസ്മയിച്ചുകൊണ്ട് ഇതെന്താണത്, എന്തൊരു അത്ഭുതമാണ്. അപ്പോൾ താൻ മുമ്പ് ഭഗവാന്റെ വായിൽ വിശ്വം മുഴുവൻ കണ്ടതെല്ലാം ഓർത്തുകൊണ്ടും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ടും വിസ്മയിച്ച് മനസ്സുകൊണ്ട് ശരണം പ്രാപിച്ചിട്ടുണ്ടാവും. ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിട്ടുണ്ടാവും, വിനയാന്വിതയായിട്ടുണ്ടാവും. ഭഗവാനെ, ഞാൻ ചെയ്യുന്ന അപരാധം പൊറുക്കണേ, അങ്ങയിൽ ദോഷം കാണുന്നത് പൊറുക്കണേ എന്ന മട്ടില് മനസ്സുകൊണ്ട് വിനയാന്വിതയായിട്ടുണ്ടാവും. എന്നെ ഈ നാണക്കേടിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള ദൈന്യഭാവത്തിലുള്ള പ്രാർത്ഥനയുണ്ടാവും. എൻ്റെ കൂട്ടുകാരായ ഗോപികമാര് അടുത്തുള്ളവരെല്ലാം പരിഹസിച്ചുകൊണ്ട് നിൽക്കണു. അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുതേ, ഞാൻ ഈ ഗോകുലത്തിന്റെ രാജ്ഞിയല്ലേ, ഒന്നുമില്ലെങ്കിലും നിന്നെ ഇത്രയും കാലം നോക്കി വളർത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹമയ്യായ അമ്മയല്ലേ, എന്നോടുള്ള കാരുണ്യം വാത്സല്യം കാണിച്ചുകൊണ്ട് ഒന്നടങ്ങിത്തരൂ എന്ന മട്ടില് എന്തായാലും പ്രാർത്ഥിച്ചു കാണും. അങ്ങനെ അവളുടെ ദൈന്യാവസ്ഥ കണ്ട് ഭഗവാൻ അനുവദിച്ചു കൊടുത്തു. കൃപയാ ആസീത് സ്വബന്ധനെ കൃപയാ ആസീത്, കരുണ കൊണ്ട് ഭഗവാൻ സ്വയം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ തന്റെ ഭൃത്യവശ്യതയെ ലോകത്തിന് മുഴുവൻ ഭഗവാൻ ദർശിപ്പിച്ചു. നയേവം സന്ദർശിതാഹി അംഗ ഹരിണാ ഭൃത്യവശ്യത. ഭഗവാൻ എത്ര ഭക്തവാത്സല്യമുള്ളവനാണ്, എത്ര കരുണാമയനാണ്, തന്നെ സേവിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുക്കുന്നവനാണ് എന്നുള്ള ആ വശ്യതയെ, ഭക്തപരാധീനതയെ ഭഗവാൻ പ്രദർശിപ്പിച്ചു. ഈ ലോകം മുഴുവൻ ഭഗവാന്റെ വശത്താണ്, ഭഗവാൻ സ്വതന്ത്രനാണ്. അങ്ങനെയുള്ള ഭഗവാനിതാ ഭക്തന്റെ വശത്താണെന്ന് കാണിച്ചു കൊടുത്തു. യസ്യേദം സേശ്വരം വശേ. അപ്പൊ ഏതൊരു ഭഗവാനെ വിരിഞ്ചനോ മഹാദേവനോ ലക്ഷ്മി ദേവിയോ പോലും ഇതുപോലൊരു പ്രസാദം ലഭിച്ചിട്ടില്ലല്ലോ. ആ ഭഗവാനിൽ നിന്ന് ഈ ഗോപിക്ക്, ഈ യശോദാദേവിക്ക് ഇങ്ങനൊരു പ്രസാദം ലഭിച്ചുവല്ലോ. അങ്ങനെ മറ്റുള്ള യോഗികൾക്ക് പോലും, അന്ധക്കരണ ശുദ്ധിയുള്ള മഹാത്മാക്കൾക്ക് പോലും ഈ ഭഗവാനെ പ്രാപിക്കാൻ വളരെ കഷ്ടമായിരിക്കെ ആ ഭക്തിമാന്മാർക്ക് എളുപ്പത്തിൽ പ്രാപിക്കാമെന്നും ഭഗവാൻ ഈ കഥയിലൂടെ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ മകനെ കെട്ടിയിട്ടിട്ട് ഗൃഹകൃത്യങ്ങളിൽ വ്യഗ്രയായപ്പോൾ, വ്യഗ്രായാം മാതരി പൂർവം ഗുഹ്യകൗ ധനദാത്മജൗ. മുമ്പ് യക്ഷന്മാരായിരുന്ന കുബേരപുത്രന്മാരായ രണ്ടുപേര് ഇവിടെ അർജുനൗ അദ്രാക്ഷീത്, ഇപ്പൊ രണ്ട് അർജുന വൃക്ഷങ്ങളായി നിൽക്കുന്നത് ദർശിച്ചു. പുരാ നാരദശാപേന വൃക്ഷതാം പ്രാപിതൗ മദാത്.
പണ്ടവര് നാരദശാപം കൊണ്ടാണ് വൃക്ഷതയെ പ്രാപിച്ചിരിക്കുന്നത്, അവരുടെ അഹങ്കാരം കൊണ്ടാണ് നളകൂപര മണിഗ്രീവന്മാർ എന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷിയുടെ വാക്കിനെ സത്യമാക്കാനായിക്കൊണ്ടും കുബേരപുത്രന്മാരെ അനുഗ്രഹിക്കാനായിക്കൊണ്ടും കരുണാമൂർത്തിയായ ഭഗവാൻ തീരുമാനിച്ചു. അപ്പം അതിനുള്ളൊരു ലീല കൂടിയാണ് ഭഗവാന്റെ ഈ ഉലൂകല ബന്ധന ലീല. എല്ലാം ഭഗവാൻ എന്താ പറയുക, ഒരു നിമിത്തമാക്കുകയാണ്. എല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള നാടകമാണ്. തിരക്കഥാകൃത്ത് ഭഗവാൻ തന്നെയാണ് സ്വയം. ആർക്കൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെച്ച് ഗതി കൊടുക്കണം, ആരെയൊക്കെ രക്ഷിക്കണം, ഏതൊക്കെ ദുഷ്ടന്മാരെ എങ്ങനെയൊക്കെ പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ഭഗവാന്റെ തിരക്കഥയിലുണ്ട്. ആ തിരക്കഥയ്ക്കനുസരിച്ചിട്ടുള്ള കളിയാണ് ഭഗവാൻ ഇവിടെ കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഇവരെ കണ്ടു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പോഴേക്കും ഇവർക്ക് നാരദ ശാപമുണ്ടായി എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിക്കൊണ്ട് പരീക്ഷിത്ത് രാജാവ് ചോദിക്കുന്ന ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ 10-ാം അധ്യായം ആരംഭിക്കുന്നത്. അത ദശമോധ്യായഃ രാജോവാച കഥ്യതാം ഭഗവൻ ഏതത്തയോഃ ശാപസ്യ കാരണം യത്തദ്വിഗർഹിതം കർമ്മ യേന വാ ദേവർഷേത്തമഃ. രാജോവാച കഥ്യതാം ഭഗവന്നേതത് തയോഃ ശാപസ്യ കാരണം യത്തദ്വിഗർഹിതം കർമ്മ യേന വാ ദേവർഷേസ്തമഃ. രാജാ ഉവാച, പരീക്ഷിത്ത് രാജാവ് ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളില് പലതരത്തിൽ ജിജ്ഞാസ ഉണ്ടായി, ശ്രദ്ധയുണ്ടായി ഈ കഥയെ കൂടുതൽ കേൾക്കണമെന്ന്. കാരണം ഈ കഥ കേൾക്കേണ്ടതാണ്. താനും ഒരു ശാപഗ്രസ്തനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ മരണം കാത്ത് ഇരിക്കുന്നത്. 4 ദിവസത്തിലധികം കഴിഞ്ഞിരിക്കുന്നു, 5-ാമത്തെ ദിവസത്തിലാണ്. അപ്പൊ തനിക്കും ശാപമുണ്ടായത് ഒരു കുരുത്തക്കേട് ചെയ്തിട്ടാണ്, അല്ലേ? തൻ്റെ മതം കൊണ്ട്, തൻ്റെ ഐശ്വര്യ മതം കൊണ്ട്, രാജാവാണ് ഞാൻ, രാജാവായിട്ടുള്ള എന്നെ ഈ കാട്ടിലെ ആശ്രമത്തിൽ ഞാൻ വെള്ളം ചോദിച്ച് ചെന്നതായിട്ടുള്ള സമയത്ത് ആ മുനി ഒരു എന്താ പറയുക, ധ്യാനത്തിലിരിക്കുന്നത് പോലെ അഭിനയിച്ചിരുന്നു എന്നുള്ള തോന്നലാണ് എനിക്ക് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അദ്ദേഹം സമാധിനിഷ്ഠനായിരുന്നു എന്ന് മനസ്സിലാക്കാതെ എൻ്റെ അഹങ്കാരം കൊണ്ട്, എൻ്റെ മതം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അദ്ദേഹം അത് അർഹിക്കുന്നില്ല. പൂജ്യനായിട്ടുള്ള മഹാത്മാവാണ്, ദേഹാത്മഭാവമില്ലാത്ത ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് ഞാൻ ചത്ത പാമ്പിനെ എടുത്ത് ആഭരണമാക്കിയിട്ടത്. എത്ര വലിയ ദ്രോഹമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ കഥ ഞാൻ മുമ്പേ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് സംശയം ഉണ്ടാവാം, അല്ലേ? ഈ ധനതാത്മജന്മാർക്ക് നാരദ ശാപം എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥ നേരത്തെ ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ഈ അബദ്ധം ചെയ്യുമായിരുന്നില്ല. അപ്പൊ കേൾക്കാൻ വൈകിപ്പോയി, അല്ലേ? നമ്മളും ഒക്കെ വൈകിട്ടുണ്ടോ? അപ്പോൾ ഇനിയും വൈകരുത്. ഇനിയും വൈകാതിരിക്കാനാണ് ഇപ്പതാ ആ ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് രാജാവ് നമ്മളോടൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു കരുതൽ കൊണ്ടാണ്. കാരണം അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്, തൻ്റെ പ്രജകൾക്ക് ക്ഷേമമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ വരും തലമുറകൾക്കും ക്ഷേമമുണ്ടാകണമെന്ന് തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിക്കും. ഈ ലോകത്തിൽ എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിയണമെന്ന് ആഗ്രഹിക്കും. എല്ലാവരും ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭവിക്കണമെന്ന് ഉള്ള മനസ്സുള്ള ആളാണ്. അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ആർക്കും ഇനിമേലിൽ ഇതുപോലെയുള്ള മഹൽ നിന്ദ ചെയ്യാൻ തോന്നാതിരിക്കട്ടെ, എന്നിട്ട് എന്നെ പോലെയുള്ള അവസ്ഥകളെ പ്രാപിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ വൃക്ഷാവസ്ഥയെ പോലെയുള്ള അവസ്ഥയെ പ്രാപിക്കാതിരിക്കട്ടെ എന്ന് തോന്നിയിട്ടാണ്. അപ്പോ
ആ പരീക്ഷത്തിന്റെ ചോദ്യം ഇതാണ്: കഥ്യതാം ഭഗവൻ ഏതത് തയോഹോ ശാപസ്യ കാരണം യത്തദ്വിഗർഹിതം കർമ്മ യേന വാ ദേവർഷേഃ തമഃ. ഇവിടെ ഭഗവൻ എന്ന് ശ്രീശുക ബ്രഹ്മർഷിയെ സംബോധനയാണ്. സർവജ്ഞനായിരിക്കുന്നവനെ, എല്ലാം അറിയുന്നവനെ, ഭഗവാനായ ശ്രീശുക ബ്രഹ്മർഷേ കഥ്യതാം, കഥ്യതാം കഥനം ചെയ്താലും പറഞ്ഞു തന്നാലും എന്നാണ്. എന്താണ് ഏതത്? ഈ കാര്യം. ഏത് കാര്യം? തയോഹോ ശാപസ്യ കാരണം, തയോഹോ ദ്വയോഹോ അല്ലെ, കുബേരപുത്രയോഹോ നളകൂപരമണിഗ്രീവയോഹോ, ആ രണ്ടുപേരുടെ ശാപസ്യ കാരണം കഥ്യതാം. എന്ത് കാരണം കൊണ്ടാണ് ഇവർ ശപിക്കപ്പെട്ടത്? ഇവരങ്ങനെ ശപിക്കപ്പെടേണ്ടവരല്ലല്ലോ. കാരണം കുബേരപുത്രന്മാരല്ലേ. കുബേരനാണെങ്കിൽ മഹാദേവന്റെ വലിയ ഭൃത്യനും ഭക്തനുമൊക്കെയല്ലേ. നല്ലൊരു മഹാത്മാവാണല്ലോ കുബേരൻ. സജ്ജനങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ആളാണല്ലോ. അങ്ങനെയുള്ള കുബേരനെ എങ്ങനെ ശപിക്കപ്പെടാൻ മാത്രം നീചരായ മക്കളുണ്ടായി? എന്താണ് അവർക്ക് സംഭവിച്ചത്? എത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്? അവർ വൃക്ഷങ്ങളായിട്ട് എത്ര കാലമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആ വൃക്ഷാവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ എത്ര ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടാവും അവര്. കാരണം എത്തദ് വിഗർഹിതം കർമ്മ, ആ കർമ്മം, ആ വിഗർഹിതമായ കർമ്മം യത് തത് കഥ്യതാം. ഏതൊരു കർമ്മമാണ് അവർ ചെയ്തത്? ഇത്രയും നിന്ദ്യമായിട്ടുള്ള കർമ്മം അവർ ചെയ്തുവോ, അതോ ആ ദേവർഷി ഇത്തിരി അധികം ശിക്ഷ കൊടുത്തുവോ? അങ്ങനെ കൊടുക്കാൻ വഴിയില്ല. മഹാത്മാക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയേ ചെയ്യുള്ളൂ, അധിക ശിക്ഷയൊന്നും കൊടുക്കില്ല. മഹാത്മാക്കൾ ശിക്ഷിക്കുന്നതെല്ലാം കാരുണ്യം കൊണ്ടാണ്, അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ തന്റെ അനുഭവമാണ് അല്ലെ. ആ ശമീകന്റെ പുത്രനായിട്ടുള്ള കുട്ടി ശൃംഗി ശപിച്ചുവെങ്കിലും അതിപ്പോ തനിക്ക് എത്ര അനുഗ്രഹമായി മാറി. തന്റെ ജീവിതം ധന്യമാവുകയാണ്. ഇത്രയും കാലം താൻ രാജാവായിരുന്നിട്ട് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിട്ടും കിട്ടാത്തതായിട്ടുള്ള ശാന്തിയും സമാധാനവും ആ ഒരു എന്താ പറയുക തൃപ്തിയുമെല്ലാം ഇപ്പോഴാ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു സുഖം മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതല്ലേ. അതുപോലെയല്ലേ മഹാത്മാക്കളൊക്കെ അവർ ചെയ്യുന്ന തെറ്റിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷയൊന്നും കൊടുക്കാറില്ല, കരുണ കാണിക്കാറാണ് പതിവ്. അഥവാ ശിക്ഷിച്ചാലും അത് അനുഗ്രഹമായിരിക്കും. അപ്പോ എന്ത് വിഗർഹിതമായ കർമ്മമാണ്, നിന്ദ്യമായ കർമ്മമാണ് അവർ ചെയ്തത്. ഏനവാ ദേവർഷേഹേ തമഹ. ഏനവാ ഏതൊന്നുകൊണ്ടാണ്, ഏത് പ്രവൃത്തി കൊണ്ടാണ് ദേവർഷേഹേ, ദേവർഷി ആരാ അല്ലെ, അദ്ദേഹത്തിന് ആ പദവി കിട്ടിയത് അദ്ദേഹത്തിന്റെ ആ സത്വഗുണപ്രധാനം കൊണ്ടാണ്. അദ്ദേഹം മഹാജ്ഞാനിയാണ്, മഹാകാരുണികനാണ്, ലോകത്തിന് മുഴുവൻ ഗുരുവാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരിക്കലും തമസ് ഉണ്ടാവില്ല. തമഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രോധം എന്ന അർത്ഥത്തിലാണ്. സാധാരണ അജ്ഞാനികൾക്ക് ഉണ്ടാവുന്നതാണ് ക്രോധം അല്ലെ. അജ്ഞാനജന്യമാണ് കാമക്രോധാദികളൊക്കെ. ഇവിടെ മഹർഷിയുടെ കോപം അജ്ഞാനത്തിൽ നിന്നാണോ, അജ്ഞാനത്തിന്റെ കോപമാണോ തമഹ എന്ന് പറയാൻ? അപ്പൊ നമ്മുടെയൊക്കെ കോപം തമസ്സിന്റെ പ്രകടനമാണ്. ഇവിടെ ശ്രീ നാരദ മഹർഷിയുടെ കോപം അത് അജ്ഞാനത്തിൽ നിന്നല്ല, അത് ജ്ഞാനത്തിൽ നിന്നുള്ള കോപത്തിന്റെ ഒരു ഭാവം മാത്രമാണ്, അഭിനയം മാത്രമാണ്, അനുഗ്രഹം മാത്രമാണത്. അപ്പോ എന്തുകൊണ്ടാണ് ദേവർഷിക്ക് കോപമുണ്ടായത് എന്ന് ചോദിക്കുകയാണ്. ഇത് വിശദീകരിച്ച് പറഞ്ഞു തരൂ എന്ന് അദ്ദേഹത്തിന്റെ ആ കൗതുകം പ്രകടിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിക്കും സന്തോഷമായി. കാരണം ഇത്രയും നല്ലൊരു കഥ പറയാനുള്ള അവസരം, ലോകത്തിന് മുഴുവൻ പാഠം കൊടുക്കാനുള്ളതായിട്ടൊരു അവസരം, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കഥ പറയാൻ ആരംഭിച്ചു. ശ്രീശുക ഉവാച രുദ്രസ്യാനുചരൗ ഭൂത്വാ സുതൃപ്തൗ ധനദാത്മജൗ കൈലാസോ ഭവനേ രമ്യേ മന്ദാകിന്യാം മദോത്കടൗ വാരുണീം മതിരാം പീത്വാ മദാഘൂർണിതലോചനൗ സ്ത്രീജനൈർ അനുഗായദ്ഭിഃ ചേരതുഃ പുഷ്പിതേ വനേ. ശ്രീശുക ഉവാച രുദ്രസ്യാനുചരൗ ഭൂത്വാ സുതൃപ്തൗ ധനദാത്മജൗ കൈലാസോ ഭവനേ രമ്യേ മന്ദാകിന്യാം മദോത്കടൗ വാരുണീം മതിരാം പീത്വാ മദാഘൂർണിതലോചനൗ
സ്ത്രീജനൈരനുഗായദ്ഭിഃ ചേരതുഃ പുഷ്പിതേ വനേ. ശ്രീശുക ബ്രഹ്മർഷി ഇവരുടെ കഥ, ശാപകഥ പറയുകയാണ്. രുദ്രസ്യ അനുചരൗ ധനദാത്മജൗ. ധനതന്റെ ആത്മജന്മാർ. ധനതൻ കുബേരൻ, ലോകത്തിന് മുഴുവൻ ധനത്തെ ദാനം ചെയ്യുന്നവൻ, ധനത്തിന്റെ കസ്റ്റോഡിയൻ. അങ്ങനെയുള്ള കുബേരന്റെ പുത്രന്മാരായിട്ടുള്ള അവര് രുദ്രസ്യ അനുചരൗ. അപ്പൊ അച്ഛൻ രുദ്രന്റെ അനുചരനാണ്, അങ്ങനെ തന്നെ മക്കളും രുദ്രന്റെ അനുചരന്മാർ തന്നെയാണ്. ആ പാരമ്പര്യ ആയിട്ട് രുദ്രാനുചരന്മാരായി ഭവിച്ചവരാണ് അവര്. എന്നാൽ അതുകൊണ്ട് തന്നെ സുതൃപ്തൗ ഭൂത്വ. സുതൃപ്തൗ, സുഷ്ടുതൃപ്തൗ. തൃപ്തന്മാരെന്നാൽ ദർപ്പം വർദ്ധിച്ചവർ. ദർപ്പം, ഗർവം, അഹങ്കാരം എന്നൊക്കെ അർത്ഥം. വലിയ അഭിമാനികളും അഹങ്കാരികളുമായി മാറി. എന്തുകൊണ്ട്? രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ധനതാത്മജന്മാരായതുകൊണ്ട്, കുബേരപുത്രന്മാരായതുകൊണ്ടുള്ള ഐശ്വര്യം കൊണ്ട്. മറ്റൊന്ന് രുദ്രസ്യാനുചരവും എന്നുള്ളതായിട്ടുള്ള പ്രിവിലേജും അല്ലേ. അപ്പോ സ്ത്രീയുണ്ട്, സ്ഥാനമാനങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്, ഐശ്വര്യ മതം. അപ്പൊ പ്രിവിലേജ്ഡ് ആണ് ഞങ്ങൾ സമൂഹത്തില്. ദേവന്മാരാണ്, ദേവവർഗത്തിൽപ്പെട്ടവരാണ് ഈ കുബേരൻ യക്ഷന്മാരൊക്കെ. അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ മുമ്പില് കുറെ കൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, VVIPകളാണ് സമൂഹത്തില്. അപ്പൊ അതൊരു മതമായി മാറി. അവർ സുതൃപ്തൗ, ഗർവിതരായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് എന്തും കാണിക്കാം എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വന്നു. നമ്മുടെ ഇന്നിപ്പോ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് കാണുന്നില്ലേ അല്ലെ? കേരളത്തിലൊക്കെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അല്ലെ, പോലീസുകാരും എന്തൊക്കെ അവരുടെ ദർപ്പം കൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരാ വരണം നോക്കട്ടെ. കാരണം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇന്ന വകുപ്പുണ്ട്, മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും തോന്നിയവാസം ചെയ്യുന്നു. എല്ലാവരും തോന്നിയവാസം ചെയ്യാൻ മത്സരിക്കുകയാണ് ഇവിടെ. രാഷ്ട്രീയക്കാരാവട്ടെ, അതുപോലെ തന്നെ ഏത് ഉദ്യോഗസ്ഥരാവട്ടെ. ഇനി ഈ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയത്തിന്റെ പിന്തുണയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അഹങ്കാരികളായിത്തീരുന്നു. എല്ലാം പ്രിവിലേജ്ഡ് ആണ് അവര്. നമ്മൾ സാധാരണ പൊതുജനം കഴുതകൾ. ഈ കഴുതകളുടെ നേരെ എന്ത് അക്രമവും അതിക്രമവും കാണിക്കാമെന്നുള്ളതായിട്ടുള്ള ധിക്കാരം തന്നെയാണ് ഈ കൂട്ടർക്കൊക്കെ ഉള്ളത്. ഈ പ്രിവിലേജ്ഡ് പീപ്പിൾ, സോ കാൾഡ് പ്രിവിലേജ്ഡ്. പണ്ട് ജന്മിമാരുടെ കയ്യാളന്മാര്, കാര്യസ്ഥന്മാരായിട്ടുള്ളവരും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയും ഭരിച്ചും പലതും തട്ടിപ്പറിച്ചും ഉപദ്രവിച്ചും നടന്നിരുന്നു. ഇപ്പൊ അതിനേക്കാൾ ഭയങ്കരമാണ്. അതിനൊക്കെ എതിരെ പൊരുതി സ്വാതന്ത്ര്യം നേടിയവരാണെന്നാ പറയുന്നത്. നവോത്ഥാനം നേടിയവരാണ്. പക്ഷെ അന്നത്തെ ജന്മിമാരുടെ കാര്യസ്ഥന്മാരും ഒക്കെ എത്രയോ ഭേദം. അയ്യോ പാവങ്ങൾ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ. ഇന്നത്തെ ഈ എന്താ പറയുക, ബൂർഷ്വ, ഈ ഗുണ്ടായിസം, ഈ അധികാര മതം പിടിച്ചതായിട്ടുള്ള ആളുകളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അന്നത്തതിനേക്കാൾ ഭയങ്കരമാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷെ അവരറിയുന്നില്ല. ഞങ്ങളിപ്പോ പഴയ റോള്, പഴയ ജന്മിമാരുടെയും പഴയ മാടമ്പികളുടെയും കാര്യസ്ഥന്മാരായ ഗുണ്ടകളുടെയും ഒക്കെ സ്ഥാനം ഇപ്പൊ ഞങ്ങളാണ് തട്ടിപ്പറിച്ച് എടുത്തിരിക്കുന്നത് എന്ന് ഇവര് മറക്കുന്നു. ഇവര് പഴയ ആൾക്കാരെ കുറിച്ചൊക്കെ നല്ലോണം പ്രസംഗമൊക്കെ അടിക്കും വേണമെങ്കിൽ. ഇപ്പോൾ പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് അവര് രാഷ്ട്രീയപരമായി മുതലെടുപ്പൊക്കെ നടത്തും. എന്നാൽ സ്വയം ഇപ്പോൾ അതിനേക്കാൾ മോശക്കാരായിട്ടാണ് തീർന്നിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം, പൊതുജനം തിരിച്ചറിയണം, ചോദ്യം ചെയ്യണം. അവരെ നിലയ്ക്ക് നിർത്താനുള്ള വഴി എന്താണെന്ന് ആലോചിക്കണം. നമ്മൾ സംഘടിച്ച് നമ്മുടെ വോട്ടിലൂടെയാണ് അവരെ നിയന്ത്രിക്കേണ്ടത്. ഇങ്ങനെയുള്ള മാടമ്പികളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നമ്മൾ വിവേകം കൊണ്ട് ചിന്തിക്കണം. അപ്പൊ ഇവിടെ പ്രിവിലേജ്ഡായിട്ടുള്ള ആൾക്കാരാണ്. അതാണ് രുദ്രസ്യാനുചരൗ ധനദാത്മജൗ സുദുഷ്ടൗ ഭൂത്വാ. ദർപ്പിതരായി ഭവിച്ചിട്ട് കൈലാസോപവനെ രമ്യേ മന്ദാകിന്യം മതോത്കടൗ. അങ്ങനെ അവര് മതോത്കടം എന്ന് പറഞ്ഞാൽ മതം ഉത്കടമായിട്ടുള്ളവർ,
വർദ്ധിച്ച മതത്തോടു കൂടിയവർ, ഐശ്വര്യ മതം കൊണ്ട് ഗർവിതരായവർ. അവര് വാരുണീം മതിരാം പീത്വ. വാരുണീം മതിര എന്ന് പറഞ്ഞാല്, മതിര എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യ മനസ്സിനെ ഉന്മാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ചിന്തിക്കാനുള്ള വിവേകം നഷ്ടപ്പെടുത്തുന്നത്. അത് വാരുണീം എന്ന് പറഞ്ഞാൽ വരുണനെ സംബന്ധിച്ചത്, വരുണ നിർമ്മിതമായത് എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനെയുള്ള ആ മതിരയെ പാനം ചെയ്തിട്ട്, പീത്വ മദ്യപാനം ചെയ്ത്, മദാഘൂർണിത ലോചനവും, അവരുടെ കണ്ണുകൾ മതം കൊണ്ട് ആഘൂർണിതവും, മതം കൊണ്ട് ഉന്മാദം കൊണ്ട് കലങ്ങി മറിഞ്ഞ് കറങ്ങുന്നതായിട്ടുള്ള കണ്ണുകളോട് കൂടിയവർ. ഒരു കാര്യത്തിലും കണ്ണ് ഉറക്കില്ല എന്നർത്ഥം. ഭ്രമമുള്ളതായിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ട്, മന്ദാകിന്യാം രമ്യേ കൈലാസോപവനെ വനേ പുഷ്പിതേ അനുഗായദ്ഭിഹി സ്ത്രീജനൈഹി ചേരതുഹു. മന്ദാകിന്യാം എന്ന് പറയുമ്പോൾ ആ ഗംഗാ നദിയുടെ തീരത്ത്, മൊത്തത്തിൽ ഗംഗയെ പല പേരിലും പറയും. മന്ദാകിനിന്ന് സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ കേദാർനാഥിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഗംഗാ സ്രോതസ്സിനാണ് മന്ദാകിനി എന്ന് പറയുക. സാമാന്യമായിട്ട് പറയുമ്പോൾ മന്ദാകിനി, ഭാഗീരഥി, ഗംഗ, അളകനന്ദ എന്നൊക്കെ ഗംഗയുടെ ഏത് ഭാഗത്തിനെയും പറയാം. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ മന്ദാകിനി എന്ന് പറഞ്ഞാൽ ഗംഗ എന്നുള്ള അർത്ഥത്തില് ആ ഗംഗാ നദിയില് രമ്യേ കൈലാസോപവനേ, മനോഹരമായിട്ടുള്ള കൈലാസത്തിന്റെ ഉപവനത്തിൽ. കാരണം കൈലാസത്തിന്റെ ഉപവനം തന്നെയാണ് അളകാപുരിയും, നമ്മുടെ യക്ഷന്റെ രാജധാനി, കുബേരന്റെ രാജധാനിയായിട്ടുള്ള അളകാപുരി. ആ അളകാപുരിയുടെ അടുത്ത് നിന്ന് തന്നെയാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ അളകനന്ദയെ തന്നെയായിരിക്കും മന്ദാകിനി എന്ന പേരുകൊണ്ട് വിളിച്ചത്, ഗംഗ എന്നുള്ള അർത്ഥത്തില്. മന്ദാകിനി എന്നാലും ഗംഗ തന്നെ, അളകനന്ദ എന്നാലും ഗംഗ തന്നെയാണ്. പക്ഷെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഒന്നായിത്തീരുന്നു. അപ്പൊ എന്തായാലും ആ കൈലാസോപവനെ വനെ, ആ വനത്തിൽ, പുഷ്പിതേ, ആ എല്ലാം വസന്തകാലം പോലെ പുഷ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഭൂമിയില്, ഗംഗാതീരത്ത്, അനുഗായദ്ഭിഹി സ്ത്രീജനൈഹി ചേരതുഹു, ഒപ്പം ഗാനം ചെയ്യുന്നവർ, നന്നായി പാട്ടുപാടുന്നവരായ ആ സ്ത്രീകൾ, യക്ഷസ്ത്രീകള്, ദേവസ്ത്രീകള്, ഗന്ധർവ സ്ത്രീകൾ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള അപ്സര സ്ത്രീകളും ഒക്കെ ആയിട്ട് സ്ത്രീജനൈഹി ചേരതുഹു, ചേരതുഹു ചരിച്ചു, വിചരിച്ചു എന്നർത്ഥം, സഞ്ചരിച്ചു. അപ്പോ എന്താ പറയുക, ക്രീഡിച്ചുകൊണ്ട്, രമിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും, രണ്ട് പുരുഷന്മാർ നായകന്മാർ, ബാക്കി കൂടെയുള്ളത് മുഴുവൻ സ്ത്രീകളാണ് ഇവരെ സേവിക്കാൻ. കാരണം ഇവരെ സേവിക്കാൻ ഇഷ്ടം പോലെ സ്ത്രീകൾ ഉണ്ടാവും, അല്ലേ? സമൂഹത്തില് സ്ഥാനമാനങ്ങളും ധനവും ഒക്കെ ഉള്ളതായിട്ടുള്ള പുരുഷന്മാരുടെ കൂടെ പറഞ്ഞത് കേൾക്കാനായിട്ട് ദേവദാസി സ്ത്രീകളെ പോലെയുള്ള സ്ത്രീകൾ സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടാവും, എല്ലാ രംഗത്തും ഉണ്ടാവും. എല്ലാവരും, അല്ലെ, കുലസ്ത്രീകൾ മാത്രമല്ല ഈ ലോകത്ത്, എല്ലാ തരക്കാരും ഉണ്ടാവും. അപ്പൊ ഈ കാലത്ത് അങ്ങനെയുള്ള ആളുകളായിരുന്നു ഗന്ധർവ സ്ത്രീകൾ, അല്ലെങ്കിൽ അപ്സര സ്ത്രീകള്. ഇവരെ സേവിച്ചുകൊണ്ട്, ഇവരുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊണ്ട്, ഇവർക്ക് വേണ്ടി സ്തുതിച്ച് പാട്ടുപാടാനും, ഇവരെ രമിപ്പിക്കാനും, അവർക്ക് വേണ്ടി നൃത്തം വെക്കാനും ഒക്കെ ആയിട്ട് അന്നത്തെ ആ കൂട്ടം അങ്ങനെയുള്ളവരോട് ചേർന്ന് പാട്ടുപാടി രമിച്ചുകൊണ്ട് നടക്കുകയാണ് ആ കൈലാസ ഉപവനത്തില്. അപ്പോ വാസ്തവത്തില് ഈശ്വര സേവ ചെയ്യേണ്ട സ്ഥാനങ്ങളാണ് കൈലാസവും ഗംഗാതീരവും ഒക്കെ. ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ളതായിട്ടുള്ള കൈലാസ പർവ്വതം. അപ്പൊ അതിന്റെ സമീപത്ത് ഭഗവാനെ ഭജിക്കുന്നതിന് പകരം ഇമ്മാരി തെമ്മാടിത്തരം തോന്നിയ വാസം കാണിക്കുന്നു എന്നർത്ഥം, അല്ലെ? നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, ദേവസ്വം ഭരണാധികാരികളും മറ്റുമൊക്കെ ദേവസ്വം ക്ഷേത്രത്തിന്റെ അകത്തിരുന്നു കൊണ്ട് മദ്യപാനാദികളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ പൂർവീകരാണ് ഇവര്. ശ്രീ പത്മനാഭസ്വാമിയുടെ അവിടുത്തെ ഓഫീസിൽ, ദേവസ്വം ഓഫീസിൽ മട്ടൻ ചിക്കൻ ബിരിയാണി സെർവ് ചെയ്തു എന്നുള്ളൊരു വിവാദം ഉണ്ടായിരുന്നു ഇടയ്ക്ക്, നമ്മുടെ വിഷ്ണു സഹസ്രനാമ ജപത്തിന് കുറച്ച് മുമ്പായിട്ട്. അപ്പൊ വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ട് അതൊക്കെ പവിത്രമായി എന്ന് നമ്മുടെ തന്ത്രി സ്വകാര്യമായിട്ട് പറഞ്ഞു. അത് പബ്ലിക്കായിട്ട് പറയില്ല, അത് അവിടെ നടന്നു എന്നുള്ളതിനെ മൂടി വെക്കാനേ എല്ലാവരും ശ്രമിക്കുള്ളൂ. പക്ഷെ നടന്നു.
സംഭവം നടന്നു, പത്രങ്ങളിൽ പോലും വന്നതുകൊണ്ട് വിവാദമായിരുന്നു. ദേവസ്വം ഓഫീസിലിരുന്ന് മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിക്കുക ദേവസ്വം സ്റ്റാഫ്. എന്തിന് പല ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പല ശാന്തിക്കാരും മദ്യക്കുപ്പികൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെക്കുന്നവരുണ്ട്. കാരണം അവിടെ ആരും സെർച്ച് ചെയ്യില്ല, ആരും റെയ്ഡിയില്ല, ആർക്കും കയറാനുള്ള അധികാരമില്ല, പ്രവേശിക്കില്ല എന്നുള്ള ധൈര്യം. അപ്പം എല്ലാ കാലത്തും ഇതുപോലുള്ള നളഗോപുര മണിഗ്രീവന്മാർ വലിയ പദവിയിലെത്തി ഭഗവാനെ സേവിക്കേണ്ട പദവിയിലിരുന്നിട്ട് ഭഗവാനെ സേവിക്കുന്നതിന് പകരം ഭഗവാനെ നിന്ദിക്കുന്ന, ഭഗവാന്റെ വാസസ്ഥാനത്തെ തന്നെ എന്താ പറയുക മലിനീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർ. അപ്പോൾ ഈ നളഗോപുര മണിഗ്രീവന്മാർക്ക് കൊടുത്ത അതേ ശിക്ഷയാണ് ഇപ്പോഴുള്ളവർക്കും കൊടുക്കേണ്ടത്. ഇപ്പോഴുള്ളവരെയും ഇതുപോലെ മരങ്ങളാക്കി ചെയ്യണം, അല്ലേ? എന്ന് വെച്ചാൽ ജയിലിലടയ്ക്കണം എന്നർത്ഥം. ജയിലിലടച്ചാൽ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അത് വൃക്ഷതുല്യമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ജയിലിലടക്കേണ്ടതാണ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ. എന്തായാലും അന്തഃപ്രവിശ്യ ഗംഗായാം അംഭോജവനരാജിനി ചിക്രീഡതുർയുവതിഭിഃ ഗജൗ ഇവ കരേണുഭിഃ. അന്തഃപ്രവിശ്യ ഗംഗായാം അംഭോജവനരാജിനി ചിക്രീഡതുർയുവതിഭിഃ ഗജൗ ഇവ കരേണുഭിഃ. അംഭോജവനരാജിനി ഗംഗായാം. അംഭോജവനം എന്ന് പറഞ്ഞാൽ താമരവനം, താമരപ്പൂക്കളുടെ കൂട്ടം എന്നർത്ഥം. വനം എന്ന് പറഞ്ഞാൽ സമൂഹം എന്നർത്ഥമാണ്. അപ്പൊ താമരപ്പൊയ്ക, താമരപ്പൂക്കൾ നിറഞ്ഞ ആ വനങ്ങൾ രാജിക്കുന്ന, ശോഭിക്കുന്നതായിട്ടുള്ള ഗംഗായാം, ആ ഗംഗയിൽ അന്തഃപ്രവിശ്യ, ഗംഗയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് മദ്യപാനത്ത് കഴിച്ച് ഈ ജലത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. കരേണുഭിഹി ഗജൗ ഇവ. എങ്ങനെയാണോ പിടിയാനകളോടുകൂടെ രണ്ട് മതയാനകൾ, കൊമ്പനാനകൾ എന്നതുപോലെ യുവതിഭിഹി ചിക്രീഡതു, ഈ യുവതികളോടുകൂടി ചേർന്ന് ക്രീഡനത്തെ ചെയ്തു. രണ്ടാളും കൂടി ക്രീഡിച്ചു എന്നുള്ളതാണ് ചിക്രീഡതു. അപ്പോ ജന്തുക്കൾക്ക് വകതിരിവില്ല. അവർക്ക് എവിടെയാണോ പ്രകൃതി അനുകൂലമായിരിക്കുന്നത് അവരവിടെ എല്ലാം ക്രീഡകൾ ചെയ്യും. ബാക്കിയുള്ളവർക്കൊക്കെ, മനുഷ്യർക്കും ദേവന്മാർക്കും ഇതുപോലെയുള്ള യക്ഷന്മാർക്കൊക്കെ നല്ല ബുദ്ധിയും വിവേകവും തന്നിരിക്കുന്നത് എവിടെ എന്ത് ചെയ്യണം എന്നുള്ള വിശേഷ ബുദ്ധി ഉണ്ടായിരിക്കണം. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവരിവിടെ ചെയ്യുന്നത്. ഗംഗയിൽ ഇറങ്ങിയിട്ട് ഒന്നാമത് മദ്യപാനം ചെയ്ത് ഗംഗയിൽ ഇറങ്ങാൻ പാടില്ല, അത് ചെയ്തു. സ്ത്രീകളോടുകൂടി ക്രീഡിക്കാൻ പാടില്ല, അതും ചെയ്തു. അപ്പോ ഗംഗാനദിയുടെ പവിത്രതയെക്കുറിച്ച് പത്മപുരാണത്തിൽ പറയുമ്പോൾ അതിൽ ഗംഗയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ശ്ലോക രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. 13 കാര്യങ്ങൾ. എന്താണ്? ശൗചം, ആചമനം ചൈവ, നിർമാല്യം, മലകർഷണം, തൈല സമ്മർദ്ദനം, ക്രീഡാം, പ്രതിഗ്രഹം, അധോരതിം, അന്യതീർത്ഥാഭിലാഷശ്ച, അന്യതീർത്ഥ പ്രശംസനം, വസ്ത്രത്യാഗം, തദാഘാതം, സംഹാരം ചൈവ വർജയേത്. ഗംഗയിൽ വർജിക്കേണ്ട 13 കാര്യങ്ങളാണ്. അപ്പോൾ ശൗചം എന്ന് പറഞ്ഞാല് ഗംഗയിൽ ഇറങ്ങിയിട്ട് ഈ കക്കൂസ് പോയത് കഴുകാനോ അല്ലെങ്കിൽ മൂത്രമൊഴിച്ചത് കഴുകാനോ പല്ല് തേക്കാനോ പല്ല് തേച്ച് തുപ്പാനോ ഉള്ള സ്ഥലമല്ല ഗംഗ. ഇങ്ങനെയുള്ള വൃത്തികേടുകളൊന്നും അതിലേക്ക് ചേർക്കരുത് ശൗചം കൊണ്ട്. ആചമനം എന്ന് പറഞ്ഞാലും വായ കുൽക്കുഴിഞ്ഞു തുപ്പുക എന്നൊക്കെ അർത്ഥത്തിൽ വരും. അപ്പൊ ആചമനാദികൾ വായ കുൽക്കുഴിഞ്ഞു തുപ്പുക. അതുപോലെ നിർമാല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ അതിലേക്ക് ഉപേക്ഷിക്കുക. വല്ല പൂക്കളോ മാലകളോ ഒക്കെ ഉണ്ടെങ്കിൽ കിടക്കട്ടെ ഗംഗയിലൊന്നും നമ്മുടെ ശരീരത്തിലെ മാലകളൊന്നും അതിലുപേക്ഷിക്കാൻ പാടില്ല. മലകർഷണം, ശരീരത്തിലുള്ള അഴുക്കിനെ സോപ്പിട്ട് തേച്ച് കഴുകി ആ സോപ്പും ശരീരത്തിലെ മലവും കൂടി ഗംഗയിൽ ഒഴുക്കിവിടാൻ പാടുള്ളതല്ല. മലകർഷണം. തൈല സമ്മർദ്ദനം, എണ്ണ തേച്ച് പിടിപ്പിക്കല് ഗംഗാതീരത്ത് വെച്ചിട്ട് എന്നിട്ട് അതിൽ ഇറങ്ങി കുളിക്കല്, തൈലത്തോടുകൂടി ഗംഗയിൽ കുളിക്കല്, അത് പാടുള്ളതല്ല. ക്രീഡ, വെള്ളത്തിൽ കളിക്കാൻ പാടുള്ളതല്ല. കളിക്കാനുള്ള ജലമല്ലാതെ മറ്റ് പലതരത്തിലുള്ള ക്രീഡകളാവാം. അപ്പൊ പ്രതിഗ്രഹം, ഗംഗയിൽ നിന്നുകൊണ്ട് ദാനം സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഗംഗയിലെല്ലാം ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ദാനം കൊടുക്കാനോ ഉള്ളതായിട്ടുള്ള സ്ഥാനമാണ്. അവിടെ ചെന്ന് ദാനം സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയണം. പ്രതിഗ്രഹം. അതോ രതി,
രതി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രതി തന്നെ. സ്ത്രീ പുരുഷന്മാരുടെ കേളികളൊന്നും അവിടെ അനുവദിച്ചിട്ടില്ല. അന്യതീർത്ഥ അഭിലാഷസ്ഥ, ഗംഗയിൽ ഇറങ്ങി കുളിച്ചുകൊണ്ട് ചിന്തിക്കണം, ഇത് കഴിഞ്ഞിട്ട് വേണം യമുനയിൽ പോയിട്ടൊന്ന് കുളിക്കാൻ, അല്ലെങ്കിൽ രാമേശ്വരത്ത് പോയി കുളിക്കാൻ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഗംഗ തന്നെ സ്വയം പൂർണ്ണം, ഗംഗയേക്കാൾ ഉത്തമമായിട്ട് വേറൊന്നില്ല. ഗംഗയെ കുളിക്കുന്നതോടുകൂടി എൻ്റെ സകല പാപവും ശമിച്ചു എന്ന ബോധമാണ് വേണ്ടത്. അപ്പൊ പിന്നെ എന്തിനാ ബാക്കി പാപമുണ്ടോ എന്നിട്ട് വേറെ ഏതെങ്കിലും തീർത്ഥത്തിൽ പോയിട്ട് കുറച്ച് കഴുകിക്കളയാനുണ്ടോ എന്ന് ചിന്തിക്കരുത്. അപ്പൊ അത് ഗംഗയെ നിന്ദിക്കലാണ്. ഗംഗയ്ക്ക് കഴുകിക്കളയാൻ കഴിവില്ല എന്നുള്ള വിശ്വാസക്കുറവാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോ ഗംഗയിൽ ഇരുന്നു കൊണ്ട് മറ്റു തീർത്ഥങ്ങളെ ചിന്തിക്കരുത്. അന്യതീർത്ഥ പ്രശംസനം, ഇതിനേക്കാളൊക്കെ കേമാണ് കേട്ടോ നർമ്മദ, അതിനേക്കാൾ കേമാണ് മറ്റേ സരസ്വതി അല്ലെങ്കിൽ യമുന അല്ലെങ്കിൽ ഗോദാവരി എന്നൊക്കെ പറഞ്ഞ മറ്റു നദികളെ കുറിച്ച് പുകഴ്ത്തി പറയാനും പാടുള്ളതല്ല. അതുപോലെ വസ്ത്രത്യാഗം, ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ ഗംഗയിൽ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. തഥാ ആഘാതം, വെള്ളത്തിൽ അടിച്ചു കളിക്കുക. ആഘാതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ തിരുവാതിരയ്ക്കൊക്കെ സ്ത്രീകൾ വെള്ളത്തിൽ അടിച്ചു കളിക്കില്ലേ, തേവി കളിക്കുകയൊക്കെ ചെയ്യില്ലേ, അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. ആഘാതം, സംഹാരം ചെയ്യുക. സംഹാരം എന്നുള്ളത് ഗംഗയിലുള്ള ഏതെങ്കിലും ജന്തുക്കളെ ഹിംസിക്കലോ അങ്ങനെയുള്ളതായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർജിക്കേണ്ടതാണ് എന്നർത്ഥം. ഇങ്ങനെ 13 കാര്യങ്ങൾ ഗംഗാജലത്തിൽ നിഷേധിച്ചിട്ടുണ്ട് ഋഷീശ്വരന്മാർ മറ്റു പുരാണങ്ങളിലൂടെ. അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ് ഇവിടെ നമ്മുടെ രതി, സ്ത്രീകളുമായിട്ടുള്ള ക്രീഡയും രതിയും അനുഭവിക്കുക. അതുപോലെ അവരുടെ ശരീരത്തിലുള്ള നിർമാല്യങ്ങളൊക്കെ അതിൽ ചേർക്കുക, ഇങ്ങനെ പലതും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കൊള്ളരുതാത്ത പ്രവൃത്തി ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഈശ്വരേച്ഛയ, ഈശ്വര കാരുണ്യം തന്നെയാണ് അവിടെ നാരദ മഹർഷിയുടെ രൂപത്തിൽ ഇവരുടെ മുമ്പിലേക്ക് വന്നു. യദൃച്ഛയാ ച ദേവർഷി ഭഗവാൻ തത്ര കൗരവ അപശ്യൻ നാരദോ ദേവൗ ക്ഷീബാണൗ സമബുദ്ധ്യത. യദൃച്ഛയാ ച ദേവർഷി ഭഗവാൻ തത്ര കൗരവ അപശ്യൻ നാരദോ ദേവൗ ക്ഷീബാണൗ സമബുദ്ധ്യത. ഹേ കൗരവ, അല്ലയോ പരീക്ഷിത് രാജാവേ, ഭഗവാൻ ദേവർഷി നാരദ, ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് സർവജ്ഞനായിട്ടുള്ള നാരദ മഹർഷി. ജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനത്തെ ദാനം ചെയ്യുന്നവനാണ് നാരദൻ. നാരദ എന്നുള്ള ശബ്ദത്തിന് പല അർത്ഥങ്ങൾ. അതില് നാരം എന്നാൽ പാപം എന്നും അർത്ഥമുണ്ട്. നരനെ സംബന്ധിച്ച പാപം, മനുഷ്യർ ചെയ്യുന്ന അപരാധങ്ങൾ നാരം, അതിനെ ദ്യതി ഖണ്ഡിക്കുന്നു. ഇപ്പൊ നാരം ദ്യതീതി, പാപം ഖണ്ഡയതീതി നാരദ, പാപത്തെ നശിപ്പിക്കുന്നവനാണ് നാരദൻ. എന്നിട്ട് നാരം ദദാതി, ആത്മജ്ഞാനമാണ് അവിടെ നാരം. അപ്പൊ ആത്മജ്ഞാനത്തെ ദാനം ചെയ്യുന്നവൻ. അപ്പോ പാപത്തെ നശിപ്പിച്ച് ജ്ഞാനത്തെ നൽകുന്നവനായ നാരദൻ ഈശ്വര നിശ്ചയപ്രകാരം എന്നാണ് യദൃച്ഛയ എന്ന് പറഞ്ഞാൽ. ഉള്ള ലോകത്തിലൊന്നും യാദൃച്ഛികമായിട്ടില്ല. അപ്പോൾ ഈ കുബേരന്റെ മക്കൾ ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ കുബേരനോടുള്ള കാരുണ്യം ആ ഭഗവാന് അവരുടെ മക്കളെ നേരെയാക്കി എടുക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ അവര് അത്ര വലിയ കൊള്ളരുതാത്തവരൊന്നുമല്ല, ഒരു ചെറിയൊരു തിരുത്ത് വേണം, അല്ലെങ്കിൽ അവർക്ക് കുബേരന്റെ മക്കളായിട്ട് ജന്മം കിട്ടുമോ? യോഗ്യതയുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാലും അവർക്ക് ഈ ഐശ്വര്യം വന്നപ്പോൾ ഗർവം വന്നു, അവരുടെ ആ തമോ ഗുണം. അതിനെ നശിപ്പിക്കാനായിക്കൊണ്ട് നാരദനെ അയച്ചു ഭഗവാന്റെ പ്രതിനിധിയായിട്ട്. ദേവർഷി നാരദ യദൃച്ഛയാ തത്ര ദേവൗ അപശ്യത്ത്, ആ 2 ദേവന്മാരായിരിക്കുന്ന യക്ഷന്മാരായിരിക്കുന്നവരെ ദർശിച്ചു, കണ്ടു. എന്നിട്ടോ ക്ഷീബാണൗ ഇതി സമബുദ്ധ്യത. ക്ഷീബാണൗ എന്ന് പറഞ്ഞാല് നല്ലോണം മദ്യപാനം ചെയ്ത് ഉന്മത്തരാണ് എന്ന്, മത്തന്മാരാണെന്ന് സമബുദ്ധ്യത അദ്ദേഹം മനസ്സിലാക്കി. അത്യന്തം എന്താ പറയുക, ബുദ്ധിക്ക് ഭ്രമം ബാധിച്ച്, തമോ ഗുണം ബാധിച്ച് ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കുന്നവര്. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ ആകാൻ പാടില്ലാത്തവരാണ് ഇവര്, ആ കുബേരന്റെ മക്കൾ. അപ്പോ ഇവരെത്ര യോഗ്യന്മാരാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ എത്ര ഉന്നത സ്ഥാനം വഹിക്കുന്നവരാണ്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അപ്പൊ ഇവരിങ്ങനെ കാണിച്ചാൽ ലോകത്തിലുള്ള മറ്റുള്ളവരൊക്കെ പിന്നെ ഇതിൽ അപ്പുറത്ത് കാണിക്കില്ലേ? അല്ലെ? യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോക തദനുവർത്തത്തെ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ശ്രേഷ്ഠരായി ഉയർത്തി കാണിക്കുന്ന ആളുകളൊക്കെ എല്ലാ തോന്നിയവാസവും കാണിക്കുന്ന ആൾക്കാരാണ്. അവർ തന്നെ എല്ലാറ്റിനെയും ജനറലൈസ് ചെയ്ത് ഇതൊക്കെ സാധാരണമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളു കുടിക്കുന്നതോ കഞ്ചാവ് വലിക്കുന്നതോ സ്ത്രീ വിഷയങ്ങളോ എന്ത് തോന്നിയവാസം കാണിക്കുന്നതും ഇപ്പോ വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ മോശക്കാരാണെന്ന മട്ടിലാണ് ഇന്നത്തെ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരെന്ന് കരുതുന്ന ആളുകളൊക്കെ. ഇന്നിപ്പോ പല അവാർഡുകളും കൊടുത്ത് പൊക്കി നടക്കുന്ന ആൾക്കാരാണല്ലോ ഇവരൊക്കെ. ഇവർക്കൊക്കെ കൊടുത്ത അവാർഡുകൾ തിരിച്ചു വാങ്ങിക്കേണ്ടതല്ലേ വാസ്തവത്തില്? ഏതെങ്കിലും രംഗത്ത് അവർക്ക് കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അംഗീകാരം കൊടുത്തു. പക്ഷെ അതവര് ഐശ്വര്യ മതമാക്കി മാറ്റിയാൽ അത് തിരിച്ചു വാങ്ങിക്കാനും ഇവിടെ വ്യവസ്ഥ ഉണ്ടാവണം. കൊടുത്ത അവാർഡുകൾ പത്മശ്രീയോ പത്മഭൂഷണോ അല്ലെങ്കിൽ മറ്റു വല്ല അവാർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കണം. അത് സമൂഹത്തിനൊരു പാഠമായിരിക്കും. അങ്ങനെ തിരിച്ചു വാങ്ങാനും ഈ കൊടുക്കുന്നവർക്ക് അധികാരമുണ്ട് എന്ന് തോന്നലുണ്ടെങ്കിൽ കുറച്ചൊരു ഭയം ഉണ്ടാവും. നാണക്കേടുണ്ട്, ഭയമുണ്ട് എന്ന്. ഇതൊന്നുമില്ല, അങ്ങോട്ട് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് തോന്നിയവാസം കാണിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇതൊക്കെ മാറണം, ചിന്തിക്കണം. നമ്മൾ അർഹതയുള്ളവർക്കേ ഇതൊക്കെ കൊടുക്കാവൂ. അല്ലാത്തവരുടെ അംഗീകാരങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം. ഏതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളിലൊക്കെ അവര് ശിക്ഷിക്കപ്പെടുകയോ അകത്താകുകയോ ഒക്കെ ചെയ്താൽ അവരുടെ ഈ സ്ഥാനങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്ത് വെക്കുകയും വേണം. അപ്പൊ എന്തായാലും ഇവരെ സമൂഹത്തിന് മാതൃകയാവേണ്ടവരായിട്ടുള്ള ഇവരെ തോന്നിയവാസികളായിട്ട് സമൂഹത്തെ വഴിതെറ്റിക്കുന്നു എന്ന് ആ നാരദന് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവരെ പാഠം പഠിപ്പിക്കാനായിട്ട് ഇവരെ എന്താ പറയുക ശിക്ഷാരൂപത്തിൽ ഇവരെ എന്താ പറയുക നന്നാക്കിയെടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. തം ദൃഷ്ട്വാ വ്രീഡിതാ ദേവ്യോ വിഭസ്ത്രാഃ ശാപശങ്കിതാഃ വാസാംസി പര്യദുശീഘ്രം വിഭസ്ത്രൗ നൈവ ഗുഹ്യകൗ. തം ദൃഷ്ട്വാ വ്രീഡിതാ ദേവ്യോ വിഭസ്ത്രാഃ ശാപശങ്കിതാഃ വാസാംസി പര്യദുശീഘ്രം വിവസ്ത്രൗ നൈവ ഗുഹ്യകൗ. അപ്പോ ഇവരെ തം ദൃഷ്ട്വ നാരദനെ കണ്ടിട്ട്, ആരാണ്? ദേവ്യ, ആ സ്ത്രീകൾ, അപ്സര സ്ത്രീകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, ദേവസ്ത്രീകള്. വിവസ്ത്രാഹ, അവര് വിവസ്ത്രരായിരുന്നു. കാരണം ഇവര് എല്ലാ തോന്നിയവാസവും കാണിച്ചുകൊണ്ട് ക്രീഡിക്കുകയായിരുന്നു. സ്ത്രീകളും എന്താ പറയുക കരുണികളും കരികളും എന്ന പോലെ, രണ്ട് ഗജേന്ദ്രന്മാരും കുറെ കരുണികളും എന്ന പോലെ കളിക്കുകയായിരുന്നു. അപ്പൊ അവർ വസ്ത്രഹീനകളായിരുന്നു ആ ദേവികൾ. തം ദൃഷ്ട്വാ നാരദം ദൃഷ്ട്വാ വ്രീഡിതാഹ, അവർക്ക് ലജ്ജയുള്ളവരായി തീർന്നു. കാരണം അവർക്ക് ബോധമുണ്ട്, അവരിത്ര കള്ളു കുടിച്ചിട്ടില്ല. പലരും കുടിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും ഇത്ര ബോധക്കേടില്ല. ശാപശങ്കിതാഹ, നാരദനെ പോലൊരു മഹാത്മാവിന് മനസ്താപം ഉണ്ടായാൽ, അദ്ദേഹം വല്ലതും ശപിച്ചാൽ അത് തങ്ങളുടെ ജീവിതത്തെ തന്നെ നരകത്തിലാക്കും എന്നുള്ള ഭയം, ബോധം ഉള്ളവരായിരുന്നു. ശാപശങ്കിതാഹ ശീഘ്രം വാസാംസി പര്യദുഹു, അവര് വേഗം കരയിൽ ചെന്ന് വാസസ്സുകളെ, വസ്ത്രങ്ങളെ എടുത്ത് പര്യദുഹു പരിധാനം ചെയ്തു, ചുറ്റി ഉടുത്തു എന്നർത്ഥം, വേഷ്ടിച്ചു. അങ്ങനെ അവരവരുടെ വസ്ത്രങ്ങളെയൊക്കെ ഉടുത്തു വേഗം. എന്നാൽ വിവസ്ത്രവും ഗുഹ്യകവും നയേവ, വസ്ത്രമില്ലാതെ നിൽക്കുന്നവരായിട്ടുള്ള ഈ രണ്ട് ഗുഹ്യകന്മാര്, ഈ രണ്ട് യക്ഷന്മാര്, ഗുഹ്യകന്മാരെന്നാൽ യക്ഷന്മാര്, നയേവ അങ്ങനെ ചെയ്തില്ല. അവര് മതോന്മത്തരായിരുന്നു. വല്ലാതെ ഐശ്വര്യമതം കൊണ്ടും മദ്യം കുടിച്ചതിന്റെ മത്തുകൊണ്ടും എല്ലാം കൊണ്ടും വകതിരിവ് ഒട്ടുമില്ലാത്ത തമോ ഗുണ മൂർത്തികളായിട്ട് ഈ മഹാത്മാവിനെ, അദ്ദേഹത്തിനെ ബഹുമാനിക്കണം, അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടാവും, അദ്ദേഹത്തെ നിന്ദിക്കലാണിത്, അദ്ദേഹം ശപിച്ചു എന്ന് വരാം, ഇങ്ങനെയുള്ള തോന്നലുകളൊന്നുമില്ല. അല്ലെ? പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ മുതിർന്നവരെ കാണുമ്പോൾ എന്തെങ്കിലും ചെറിയ വികൃതികൾ കാണിക്കാൻ മടി വരും. ഇപ്പൊ അതൊന്നുമില്ല, മുതിർന്നവരെ ഒട്ടും പേടിയില്ല.
മുതിർന്നവരുടെ മുമ്പിൽ തന്നെ എന്ത് തോന്നിയവാസവും കാണിക്കാമെന്നായിട്ടുണ്ട്. നമ്മൾ ചെയ്തിരുന്ന വികൃതികളൊക്കെ വളരെ ചെറുതായിരുന്നു. അത്യാവശ്യം ഒരു മാവിന് കല്ലെറിയോ അല്ലെങ്കിൽ ഒരു പട്ടിയെ കല്ലെറിയോ ഒക്കെ ചെയ്തിരുന്നു. അത് മുതിർന്നവരെ കണ്ട അപ്പൊ കല്ല് താഴെയിടും. ഇന്നത്തെ പിള്ളേർ അതൊന്നുമല്ല. മുതിർന്നവരെ പരിഹസിച്ചുകൊണ്ട് അവർ ചോദ്യം ചെയ്താൽ തന്നെ അവരെ വേണമെങ്കിൽ ഒരു തല്ല് അങ്ങോട്ട് കൊടുത്തിട്ട് അവരെ ഓടിച്ചു വിട്ടിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. തലമുറകൾ മാറിയത്. അപ്പൊ എന്തായാലും അതുപോലെ ആ കുരുത്തക്കേടാണ് ഇവിടെ ഇവർ രണ്ടുപേരും കാണിക്കുന്നത്. വിവസ്ത്രൗ ഗുഹ്യകൗ ന ഏവ. അടുത്ത ദിവസത്ത് ഇവിടെ നെതർലാൻഡ്സിലോ എവിടെ ഒരു മുസ്ലിം തീവ്രവാദി അവൻ നടു റോട്ടിൽ ഒരു 4 കൂടിയ ജംഗ്ഷനിൽ നിന്നോട്ട് അവന്റെ വസ്ത്രങ്ങളൊക്കെ ഓരോന്നോരോന്നായി അഴിച്ച് വലിച്ചെറിഞ്ഞ് പൂർണ്ണ നഗ്നനായിട്ട് വനിതാ പോലീസിന്റെ മുമ്പിൽ അവന്റെ വീര്യം പ്രകടിപ്പിച്ച് എന്തൊക്കെയോ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും എന്തൊക്കെയോ ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആ രാജ്യം വരണം അവിടെ. നിങ്ങളെന്നെ വെടിവെക്കുക എന്നും പറയേണ്ട ഇടയ്ക്കിടയ്ക്ക്. അപ്പോ മറ്റേ സ്ത്രീ പോലീസിന്റെ നേരെ പോവാണ്, വനിതാ പോലീസിന്റെ നേരെ. അപ്പൊ ആ മറ്റേ മെയിൽ പോലീസുകാരൻ ശരിക്ക് വെടിവെക്കേണ്ടിടത്തേക്ക് എന്നെ വെടിവെച്ചു. എവിടെയാണോ കൊള്ളേണ്ടത് കൃത്യമായിട്ട് നല്ല ഉന്നമുണ്ടായിരുന്നു. അങ്ങനെ വേണം ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ ശിക്ഷിക്കാൻ. വേണ്ടടത്ത് കൊണ്ടു, ബാക്കി വരുന്നവിടെ വെച്ച് കാണാമെന്ന് ആ പോലീസുകാരൻ തീരുമാനിച്ചു. എന്തായാലും അദ്ദേഹത്തിന് അവിടുത്തെ ഭരണാധികാരികളുടെ സപ്പോർട്ട് ഉണ്ടാവും. കാരണം ചെയ്തത് അത്രയും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇവിടെ പിന്നെ നമുക്ക് ഈ കേരളത്തിൽ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഭരണാധികാരികൾ തലതിരിഞ്ഞവരാണ്. അപ്പോ തൗ ദൃഷ്ട്വാ മതിരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യൻ ഇദം ജഗൗ. തൗ ദൃഷ്ട്വാ മതിരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യൻ ഇദം ജഗൗ. ആ മതിരാമത്തൗ, മതിര കൊണ്ട് മതിച്ചവർ, ബോധം കെട്ടവർ, ശ്രീമദാന്തൗ മാത്രമല്ല ശ്രീമതം, ഐശ്വര്യമതം, സമ്പത്തിന്റെ ഉടമസ്ഥന്മാരാണ്, കുബേരന്റെ പുത്രന്മാരാണ്, ഭഗവാന്റെ സേവകന്മാരാണ് എന്നൊക്കെയുള്ള ഐശ്വര്യമതം, അതൊക്കെ കൊണ്ടും കണ്ണു കാണാത്ത അന്ധൗ എന്നാ പറയണ. ബുദ്ധിക്കും മത്തത, കണ്ണും കാണാതെയായ ബുദ്ധിയുടെ ദർശനം. അങ്ങനെയുള്ള സുരാത്മജൗ ദേവപുത്രന്മാരായിരിക്കുന്ന അവരെ തൗ ദൃഷ്ടുവ കണ്ടിട്ട് തയോഹോ അനുഗ്രഹാർത്ഥായ അവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കാനായിക്കൊണ്ട് ശാപം ദാസ്യൻ ഇതം ജഗൗ ശാപത്തെ നൽകുന്നവനായിക്കൊണ്ട് ഇപ്രകാരം പാടി എന്നാ പറയണത്. ജഗൗ എന്നുള്ള ഗാനം ചെയ്തു എന്നും കൂടി അർത്ഥമുണ്ട്. മറ്റേത് പറഞ്ഞു എന്നാണെങ്കിൽ ജഗാദ എന്നാ പറയാ. ഇത് ഗാന ധാതുവാണ്. ഗാ ധാതു, ഗായതി എന്നുള്ള ധാതുവിന്റെ ലിട്ട് രൂപമാണ് ജഗൗ. അപ്പൊ ഗാനം ചെയ്തു. അപ്പൊ അദ്ദേഹം ലോകത്തിലേക്ക് വേണ്ടി, ലോക അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വാക്കുകൾ, അത് ഒരു ഗീതമായിട്ട്, നാരദ ഗീതമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശാപം പോലും വന്നത്. അത് കാരുണ്യത്തെ സൂചിപ്പിക്കുന്നത്, കഠിനമായിട്ടുള്ള വാക്കുകളല്ല. അത് അദ്ദേഹം കോപത്തിൽ നിന്നുണ്ടായതുമല്ല എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഈ ഗാനം എന്ന് സൂചിപ്പിച്ചത്. കോപം കൊണ്ട് ശകാരിച്ചു അല്ലെങ്കിൽ ശപിച്ചു എന്നുള്ളതല്ല. ഇവരെ നന്നാക്കാൻ അനുഗ്രഹാർത്ഥായ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഇങ്ങനെ ഗാനം ചെയ്തു. അപ്പൊ ഒരു ഉപദേശ രൂപത്തിലുള്ള ഒരു ഗാനമാണത്, അല്ലാതെ ദേഷ്യത്തിൽ നിന്നുള്ളതായിട്ടുള്ള വാക്കുകളല്ല. ലോക അനുഗ്രഹത്തിന് വേണ്ടി നാരദ മഹർഷി ചെയ്ത ഒരു ഉപദേശ രൂപത്തിലുള്ള ഗാനം. അപ്പൊ എന്താണ് നാരദന്റെ വാക്കുകൾ നോക്കാം. അപ്പൊ നാരദ ഉവാച നഹ്യന്യോ ജുഷതോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോ രജോ ഗുണഃ ശ്രീമദാത് ആഭിജാത്യാദി യത്ര സ്ത്രീ ദ്യൂതം ആസവഃ. നാരദ ഉവാച നഹ്യന്യോ ജുഷതോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോ രജോ ഗുണഃ
ശ്രീമദാത് അഭിജാത്യാദി യത്ര സ്ത്രീദ്യൂതം ആസവഃ. നാരദ മഹർഷി പറയുന്നു, ജോഷ്യാൻ ജുഷതഃ. ജോഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെടേണ്ടത്, അനുഭവിക്കപ്പെടേണ്ടത്, എൻജോയ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ എന്നർത്ഥം. ആ ജോഷ്യങ്ങളെ ജുഷതഃ സേവിക്കുന്ന പുരുഷന്റെ, ലോക ഭൗതിക സുഖഭോഗങ്ങളെ അനുഭവിക്കുന്ന പുരുഷന്റെ ശ്രീമദാത് ബുദ്ധിഭ്രംശഃ രജോ ഗുണഃ ആഭിജാത്യാദി അന്യഃ നഹി. ശ്രീമദാത് ബുദ്ധിഭ്രംശഃ. ശ്രീമദാത് എന്ന് പറഞ്ഞാല് ശ്രീമതത്തെക്കാൾ എന്നർത്ഥത്തിലാണ്. ഇവിടെ കാൾ എന്ന കമ്പാരിസണിലാണ്. ശ്രീമതത്തിൽ നിന്ന് എന്നല്ല, പഞ്ചമി അർത്ഥത്തിന് രണ്ടർത്ഥമുണ്ട്. ശ്രീമദാത്, ശ്രീമതത്തിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീമതത്തെക്കാൾ. ഇവിടെ കാൾ എന്ന അർത്ഥത്തില് ശ്രീമതത്തെക്കാൾ എന്നുവെച്ചാൽ ഐശ്വര്യമതത്തെക്കാൾ, ഈ സമ്പത്തും സ്ഥാനമാനങ്ങളും മറ്റു പലതരത്തിലുള്ള പ്രിവിലേജുകളും അതിനേക്കാൾ മീതയായിട്ട് ശ്രീമദാത് ബുദ്ധിഭ്രംശഃ, ബുദ്ധിയെ ഭ്രംശിപ്പിക്കുന്ന, ബുദ്ധിയെ നശിപ്പിക്കുന്ന. അപ്പൊ ഈ മതം പിടിച്ചു കഴിഞ്ഞാൽ, ഇൻടോക്സിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവന് ബുദ്ധിഭ്രംശം ഉണ്ടാകും. നമ്മള് ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് ബുദ്ധിവിഭ്രമഃ. അപ്പൊ അങ്ങനെ ബുദ്ധിഭ്രമം, അതിങ്ങനെ മോഹവും ബുദ്ധിഭ്രമവും ഒക്കെ ഐശ്വര്യമതം കൊണ്ട് ഉണ്ടാകുന്നു. ഈ ഐശ്വര്യമതം പോലെ ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ട് വേറൊന്നില്ല എന്നർത്ഥം. ഇത്രയും നമ്മളെ മത്ത് പിടിപ്പിക്കുന്നത് വേറൊന്നില്ല. അങ്ങനെ ബുദ്ധിഭ്രംശഃ. അത് രജോ ഗുണഃ, അത് രജോ ഗുണമായിരിക്കുന്ന, അത് അതിലൂടെ രജോ ഗുണം വർദ്ധിച്ച്, രജോ ഗുണം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ സ്വഭാവമാണ്, അധികാര സ്വഭാവമാണ്, മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള രജോ ഗുണം നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന, വിക്ഷിപ്തമാക്കുന്ന, അതിലൂടെ ആഭിജാത്യാദി, ആഭിജാത്യം മുതലായത് വന്നു ചേരും. എൻ്റെ ജന്മം, അഭിജനനം, അതാണ് ആഭിജാത്യം. ശ്രേഷ്ഠ കുലത്തിൽ ജനിച്ചവനാണ് ഞാൻ. ഞാൻ ആരാ? മോൻ. ഞാൻ കുബേരന്റെ മോനാണ്. കുബേരൻ ആരാണ്? ധനധനാണ്, ലോകത്തിന്റെ മുഴുവൻ സമ്പത്തിന്റെ ഉടമയാണ് എന്നൊക്കെ തോന്നിപ്പോ. വെറും ട്രഷററാണ്, കസ്റ്റോഡിയനാണ് എന്നല്ല തോന്നുക. തന്റെ അച്ഛൻ തന്നെയാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ എന്നുള്ള തെറ്റിദ്ധാരണ ഇവർക്ക് തോന്നും. അങ്ങനെ തോന്നിയിട്ട് ഞങ്ങളും അപ്പൊ അതിൽ പങ്കാളികളാണ്, അവകാശികളാണ്, ഞങ്ങൾക്കുണ്ട് ഇതിൽ അധികാരം എന്ന് ആഭിജാത്യം വരികയാണ്. ജന്മമഹിമ കൊണ്ടുള്ള ആ ഒരു പ്രൈഡ് അതൊക്കെ വന്ന് അപ്പോ അന്യഹ നഹി. അപ്പോ ഈ ശ്രീമതത്തെക്കാൾ മറ്റൊരു കാരണം വേണ്ട എന്ന് പറയും. ഇത് തന്നെ മതി. ഇത് നമ്മുടെ പരീക്ഷത്തിനും ഇത് തന്നെയാ സംഭവിച്ചത് അല്ലേ? അദ്ദേഹത്തിന്റെ ശ്രീമതം കൊണ്ടാണ് അദ്ദേഹത്തിനും അബദ്ധം പറ്റിയത്. താൻ രാജാവാണെന്നുള്ളതായിട്ടുള്ള അഭിമാനം. അപ്പോ ഈ പറഞ്ഞ അഭിജാത്യാദികളൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് നല്ല കുലമഹിമയോ നല്ല അച്ഛനമ്മമാരുടെ മക്കളായിട്ട് ജനിക്കാൻ കഴിഞ്ഞു എന്നോ, നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലെയാണ്, വിദ്യയുള്ള കുടുംബത്തിലെയാണ്, പേര് കേട്ട കുടുംബത്തിലെയാണ് എന്നൊക്കെ ഇരിക്കട്ടെ, എല്ലാം ഉണ്ടെങ്കിലും അതിലൊന്നും രമിക്കാതിരിക്കുക, അതിലൊക്കെ അധികം അഭിമാനമില്ലാതിരിക്കുക, അഹങ്കാരമില്ലാതിരിക്കുക അല്ലേ? എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കുന്തി കുന്തി നടക്കണ്ട. ഉപ്പാപ്പാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പാപ്പാന്റെ കയ്യിലിരിക്കട്ടെ. ഇപ്പല്ലല്ലോ എൻ്റെ ആസനത്തിൽ തഴമ്പൊന്നുമില്ല. ഉപ്പാപ്പ ആനപ്പുറത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആസനത്തിൽ തഴമ്പൊന്നുമില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോൾ എനിക്കും ആനയുണ്ടെങ്കിലും അതിലൊന്നും കാര്യമില്ല. എപ്പോൾ വേണമെങ്കിൽ നശിക്കാവുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. നശ്വരമാണ്. ഇപ്പം നമ്മൾ തന്നെ എത്രയോ പേരുകേട്ട സൽക്കുലത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച് അഭിമാനിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുത്തൻ തലതിരിഞ്ഞ് പേര് നാറ്റിക്കുന്നത് അല്ലേ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കസിനോ അല്ലെങ്കിൽ സഹോദരനോ കള്ളും കുടിച്ച് തോന്നിയവാസവും കാണിച്ച് കള്ളത്തരങ്ങളും ചെയ്ത് ജയിലിലേക്ക് പോകുന്ന കാണാം. അതോടുകൂടി കഴിഞ്ഞു. ഇതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ ബുദ്ധിയും. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം.
അതുകൊണ്ട് അതിലൊന്നും അഭിരമിക്കേണ്ടതില്ല, അതിലൊന്നും അഹങ്കരിക്കേണ്ടതില്ല. അതൊക്കെ നമുക്ക് കൂടുതൽ വിനയത്തെ നൽകണം. അതൊക്കെ ഈശ്വര അനുഗ്രഹമാക്കി കാണണം. ഈശ്വരൻ എനിക്ക് നല്ല പരിതസ്ഥിതികൾ തന്ന് എനിക്ക് പല പ്രിവിലേജും തന്നിരിക്കണം നന്നാവാൻ വേണ്ടിയിട്ട്. ഈശ്വരനെ തിരിച്ചറിയാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള സാഹചര്യങ്ങൾ തന്നതാണ്. അല്ലാതെ ഇതിൽ ഞാൻ ഞെളിഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നശ്വരവുമാണ്. ഞാൻ അങ്ങനെ അഹങ്കാരിയായി ഞെളിഞ്ഞു നടന്നാൽ ഭഗവാൻ ഇതൊക്കെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യും ഇമ്മീഡിയറ്റ് ആയിട്ട്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഈ സത്യം എപ്പോഴും ഓർമ്മിച്ച് വിനയാന്വിതരാവുക. നമുക്ക് എന്തെങ്കിലും പ്രിവിലേജസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഭഗവാന്റെ കാരുണ്യമായി, ഭഗവാനെ സേവിക്കാനുള്ള സൗകര്യമായിട്ട് എടുക്കുക, ലോകത്തെ സേവിക്കാനുള്ള സൗകര്യമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഭഗവാൻ നമുക്കിട്ട് പണി തരും. അപ്പോ നഹി യത്ര സ്ത്രീ ദ്യൂതം ആസവഃ. എത്ര അപ്പോഴാണ് ഈ രജോഗുണം വർദ്ധിക്കുമ്പോൾ, ഈ മതം വർദ്ധിക്കുമ്പോൾ, ഐശ്വര്യമതം വർദ്ധിക്കുമ്പോൾ, ഈ ആഭിജാത്യാദികളൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ താല്പര്യം ജനിക്കും. ഏതൊക്കെ? സ്ത്രീ ദ്യൂതം ആസവഃ. സ്ത്രീ വിഷയത്തില് ആസക്തി ഉണ്ടാവും. സ്ത്രീകളെയൊക്കെ എന്താ പറയുക, തനിക്കുള്ള ഉപഭോഗ വസ്തുക്കളായി കണ്ട് അവരെയൊക്കെ സ്വന്തമാക്കാനും ആക്രമിക്കാനും ഒക്കെ പുറപ്പെടും. അപ്പോൾ സ്ത്രീ വിഷയത്തില് വ്യഭിചാരാദികളില് താല്പര്യം വരും. ദ്യൂതം പലതരത്തിലുള്ള ചൂതുകളികൾ പോലെയുള്ളതായിട്ടുള്ള ഭ്രമങ്ങളൊക്കെ ഉണ്ടാവും. ആസവഹ മദ്യപാനം മുതലായതിൽ താല്പര്യം ഉണ്ടാവും. കൂട്ടത്തില് ഹിംസയും കൂടി കൂട്ടാം അല്ലേ? എന്താ, കലിയുടെ 4 സ്ഥാനങ്ങൾ പരീക്ഷത്ത് കലിക്ക് കൊടുത്തതാണ് ഈ 4 കാര്യങ്ങൾ. അതിൽ 3 ഇവിടെ എടുത്ത് പറയുമ്പോൾ 4-മത്തതും കൂടി ചേർത്ത് വായിക്കാം, കാരണം ഇത് 3 ഉപലക്ഷണം. അപ്പൊ ഹിംസയും അതിന്റെ കൂട്ടത്തിൽ വരും. അങ്ങനെ 4 കാര്യങ്ങൾ: സ്ത്രീ ദ്യൂതം, ആസവം, അതുപോലെ ഹിംസ. ഇതെന്താണ്? ഇത് അധർമ്മത്തിന്റെ 4 പാദങ്ങളാണ്. ധർമ്മത്തിന്റെ 4 പാദങ്ങളായിട്ടുള്ള അഹിംസ, സത്യം, ശൗചം, തപസ്, ഈ 4നെയും നശിപ്പിക്കുന്നതാണ്. ഇതിന് 4നും വിരുദ്ധമായിട്ടുള്ളതാണ് ഈ 4 കാര്യങ്ങൾ. അധർമ്മത്തിന്റെ 4 പാദങ്ങളായിട്ടുള്ള സ്ത്രീ സേവ, ചൂതുകളി, മദ്യപാനം, പ്രാണിഹിംസ. അപ്പൊ ഇത് വളർന്നു വരികയും മറ്റത് തളർന്നു പോവുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും. അവൻ അധർമ്മിഷ്ഠനായി മാറും. അവന്റെ ധർമ്മം മുഴുവൻ നശിച്ചു പോകും. അപ്പോ ഐശ്വര്യമതം ഒരുവനെ അധർമ്മപാതയിലേക്ക് നയിക്കും. ധർമ്മത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കും. സൂക്ഷിക്കണം. ജാഗ്രത, ജാഗ്രത. നമുക്കുള്ള നാരദ മഹർഷിയുടെ നോട്ടീസാണ് ഈ ഗാനം. നിങ്ങൾക്ക് ഐശ്വര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ തോന്നിയവാസങ്ങൾക്കൊക്കെ എന്താ പറയുക, ലൈസൻസ് ഉണ്ട് എന്ന് തോന്നും. ഇല്ല, ലൈസൻസ് തന്നിട്ടില്ല. പിന്നെ നമ്മൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, അഥവാ ചോദിച്ചാലും പറഞ്ഞാലും അവനെ ഞാൻ ശരിയാക്കും, അവനേക്കാൾ സാമർഥ്യം എനിക്കുണ്ട് എന്നുള്ള ചിന്തയാണ് ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീ, ദ്യൂതം, ആസവം, ഹിംസ, ഇത് 4 അധർമ്മത്തിന്റെ പാദങ്ങളാണ്. ഇത് കലിയുഗത്തിൽ ഇതാ വർദ്ധിച്ച് 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 വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? കലിയുഗത്തിൽ അധർമ്മം വർദ്ധിക്കും, ധർമ്മം ക്ഷയിക്കും. അഹിംസ, സത്യം, ശൗചം, തപസ്, ഇത് 4 നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടപ്രായമായിരിക്കുന്നു. ഈ 4 അധർമ്മങ്ങൾ വൃദ്ധിയെ പ്രാപിച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും നമുക്ക് ഹിംസ കാണാം അല്ലെ? കേരളം എന്ന് പറഞ്ഞാൽ തന്നെ മാംസ ബുക്കുകളുടെ നാടായി മാറി. കേരളത്തിലെ 90% ആളുകൾ മാംസ ബുക്കുകളായി അധപ്പതിച്ചിരിക്കുകയാണ്. അത്രയും എന്താ പറയുക, മാംസം ഇവിടെ വിപണനം ചെയ്യപ്പെടുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പശുക്കളും പോത്തുകളും എരുമകളും എന്ന് പറഞ്ഞ മാതിരി ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ആളുകൾ ഭക്ഷിക്കുന്നത്. മറ്റുള്ളിടത്ത് വളർത്തുന്നതായിട്ടുള്ള എന്താ പറയുക, ഫാമുകളിലെ കോഴികളും പന്നികളും എല്ലാം കേരളമാണ് അവരുടെ വിപണി. അപ്പൊ കേരളത്തില് എന്താ പറയുക, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ എന്നുള്ളത് വളരെ റെയറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടേക്ക് ഭൂരിപക്ഷത്തിനും താല്പര്യമില്ലാതാവും.
ഭൂരിപക്ഷവും എവിടെയാണ് കുഴിമന്തി ഉള്ളത്, എവിടെയാണ് ഷവർമ ഉള്ളത്, എവിടെയാണ് ചിക്കൻ ബിരിയാണി ഉള്ളത്, മട്ടൻ ബിരിയാണി ഉള്ളത് നോക്കി നടക്കണം. അപ്പോൾ അവർക്ക് നല്ല കൊയ്ത്താണ്. അപ്പം അങ്ങനെയുള്ള കടകൾ ഇവിടെ തഴച്ചു വളരുന്നു. മറ്റതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള നോൺ വെജ് ഹോട്ടൽസ് അറപ്പോട് കൂടിയാണ് ആളുകൾ കണ്ടിരുന്നത്. അറപ്പോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ അതാണ് ഏറ്റവും അധികം ഷോ ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഗംഭീര ബിൽഡിങ്ങുകളും ഗംഭീരമായിട്ടുള്ള അറേഞ്ച്മെന്റുകളും സൗകര്യങ്ങളും പാർക്കിംഗ് ഫെസിലിറ്റികളും എല്ലാമായിട്ട് വലിയ വലിയ ഹോട്ടൽസ്. വെജിറ്റേറിയൻ ഹോട്ടൽ എവിടെയെങ്കിലും തിരഞ്ഞാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം. ഒരു പെട്ടിക്കട പോലെ ഇരിക്കും എവിടെയെങ്കിലും. ഇതൊക്കെ ഒരു അധിനിവേശമാണ്. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ അധിനിവേശമാണ്. ഇത് തിരിച്ചറിയാൻ മൂഢന്മാർക്ക് സാധിക്കുന്നില്ല. ഇതൊരു പൊളിറ്റിക്കൽ അധിനിവേശമാണ്. സാംസ്കാരിക അധിനിവേശത്തോടൊപ്പം രാഷ്ട്രീയമായിട്ടുള്ളൊരു അധിനിവേശം കൂടിയാണ്. സാമ്പത്തികവും എല്ലാ പരമായിട്ടുള്ള അധിനിവേശമാണ്. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ 4 അധർമ്മത്തിന്റെ പാതകൾ, മദ്യശാലകൾ എത്രയാണല്ലേ നമ്മുടെ പിണറായി വിജയൻ സഹായിച്ചിട്ട് മദ്യം ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത് എല്ലാം ശരിയാക്കുന്നവരിന് വന്ന ആള് പിന്നീട് വന്ന് ഉടനെ തന്നെ ചെയ്തത് തന്നെ എല്ലാ ബാറുകൾക്കും ലൈസൻസ് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ കൊടുത്തു. കാരണം അവരിന്നൊക്കെ കോടികൾ വാങ്ങിച്ചിട്ടാണ് ഇലക്ഷനിൽ മത്സരിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടും അവരുടെ നിന്ന് കോടികൾ കിട്ടിക്കൊണ്ടേയിരിക്കണം. മദ്യ ഷോപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ബാറുകളിൽ നിന്നും. അതുപോലെ തന്നെ മദ്യ കമ്പനികളാണ് ഏറ്റവും അധികം പേര് എന്താ പറയുക കോടികൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേർക്ക് വരുമാനം മദ്യ കമ്പനികളിൽ നിന്നാണ്. ബീവറേജസ് എന്താ പറയുക ബ്രൂവറീസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനീസ്, ഏതൊക്കെ വലിയ വലിയ കമ്പനികളുണ്ടോ അവർ വന്നിട്ട് ഈ രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കുകയാണ്. അവർക്കാണ് ഇവിടെ കേരളം ഏറ്റവും നല്ല മാർക്കറ്റ്. അപ്പൊ കേരളം എന്ന മാർക്കറ്റ് അടഞ്ഞു പോയാൽ അവരുടെ കച്ചവടം പൂട്ടിപ്പോവും. അപ്പം അവര് രാഷ്ട്രീയക്കാരെ വീട്ടിൽ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടതൊക്കെ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് കോടികൾ. അപ്പോൾ ഒരു കേസ് ഇവിടേക്ക് ഇറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര % കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടാണ് രാഷ്ട്രീയക്കാരതിൽ വില പറഞ്ഞിരിക്കുന്നത്. മൂഢരായ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ഇവർക്ക് വോട്ടും ചെയ്തവരെ ജയിപ്പിച്ചു വിട്ട് നമ്മുടെ നാടിനെ എന്താ പറയുക ഒരു കുട്ടിച്ചോറാക്കുക എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിലേക്കാക്കി. എല്ലാം നടക്കട്ടെ. എത്ര കാലം മുന്നോട്ട് പോകുന്നു നോക്കാം നമുക്ക്. നഹ്യന്യോ ജുഷതോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോ രജോ ഗുണഃ ശ്രീമദാദ് ആഭിജാത്യാദിഹി യത്ര സ്ത്രീദ്യൂതം ആസവഃ ഹന്യന്തേ പശവോ യത്ര നിർദയൈരജിതാത്മഭിഃ മന്യമാനൈർ ഇമം ദേഹം അജരാ മൃത്യുനശ്വരം. ഈ ശ്ലോകത്തിലാണ് ഹിംസയെക്കുറിച്ചും പറയുന്നത്. അപ്പൊ ആദ്യത്തേല് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. സ്ത്രീ ദ്യൂതം ആസവഃ. ഇവിടെ പറയുന്നത് ഹിംസയെക്കുറിച്ച്. ഹന്യന്തേ പശവോ യത്ര നിർദയൈരജിതാത്മഭിഃ മന്യമാനൈർ ഇമം ദേഹം അജരാ മൃത്യുനശ്വരം. ഹന്യന്തേ പശവോ യത്ര ഏതൊരു സന്ദർഭത്തിൽ ഏതൊരു അവസരത്തിൽ രജോ ഗുണം വർദ്ധിച്ചവർ, ഇങ്ങനെ ആഭിജാത്യം വർദ്ധിച്ചവർ, ബുദ്ധിഭ്രംശം ബാധിച്ചവർ, അങ്ങനെയുള്ള ഇവര് എത്ര നശ്വരം ഇമം ദേഹം അജരാമൃത്യു മന്യമാനൈഹി, നശ്വരമായിട്ടുള്ള ഈ ദേഹത്തെ, ഇത് നശിക്കുന്നതാണ് എന്നുള്ള ഈ ദേഹത്തെ അറിയാതെ, വിവേകമില്ലാതെ ഇത് അജരാമൃത്യുവാണ്, ഇതിന് ജരയും ബാധിക്കില്ല മരണവുമില്ല എന്ന് കരുതി ഇത് ശാശ്വതമാണ് എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ മന്യമാനൈഹി നിർദയൈഹി, നിർദയന്മാരായ കാരുണ്യമില്ലാത്ത സ്വാർത്ഥരായിട്ടുള്ള അജിതാത്മഭിഹി, ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തതായിട്ടുള്ള മൂഢന്മാരാൽ പശവഃ ഹന്യന്തേ, പാവം പ്രാണികൾ ഹനിക്കപ്പെടുന്നു.
അപ്പോൾ മറ്റ് ജീവജാലങ്ങളെയൊക്കെ ഹിംസിക്കുന്നു, ക്രൂരമായിട്ട്, കഠിന ഹൃദയന്മാരായിട്ട്, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം ദേഹത്തെ സുഖിപ്പിക്കാൻ, പോഷിപ്പിക്കാൻ, ഇത് ശാശ്വതമാണ് എന്ന് കരുതുന്നു. മൂഢന്മാർ. ഇവർ കഴിക്കുന്ന ഈ പശുക്കളുടെയൊക്കെ ശാപം തന്നെയാണെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസറും അതുപോലെയുള്ള രോഗങ്ങളും വർദ്ധിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹൃദയാഘാതങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള അപകടങ്ങൾ, പലതരത്തിലുള്ള മാറാരോഗങ്ങൾ ഒക്കെ കേരളത്തിൽ തന്നെയാണ് കൂടുതൽ. ഏറ്റവും അധികം ക്യാൻസർ പേഷ്യൻസ് കേരളത്തിലാണ്. കാരണം ഈ കണ്ണിക്കണ്ട ഈ മൃഗങ്ങളുടെ ശവം തിന്നിട്ട്, ശവം തീനികൾ. അപ്പോൾ ആ മൃഗങ്ങളുടെ ശാപമുണ്ട്. ആ ശാപമാണ് ഇവിടെ ക്യാൻസറൊക്കെ ആയിട്ട് മാറുന്നത്. അങ്ങനെ മാറട്ടെ, നമുക്കും ശപിക്കാം. ഇങ്ങനെയുള്ള മാംസങ്ങൾ തിന്നുന്ന ആളുകൾക്കൊക്കെ അസുഖം വരട്ടെ എന്ന് നമുക്ക് പറയാം, അല്ലേ? അവരങ്ങനെയെങ്കിലും മാറട്ടെ, ഇത് വിവേകം കൊണ്ട് ചിന്തിക്കട്ടെ. ഹന്യന്തേ പശവോ യത്ര നിർദ്ദയൈരജിതാത്മഭിഃ മന്യമാനൈരിമം ദേഹം അജരാ മൃത്യുനശ്വരം. അപ്പൊ എല്ലാ കാരുണ്യവും നശിച്ച് സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെയുള്ള ഹിംസകൾ ചെയ്ത് ജന്തുക്കളെയൊക്കെ വധിച്ച് ഭക്ഷിക്കുന്നു. ദേവസംജ്ഞിതമപ്യന്തേ കൃമിവിഡ്ഭസ്മസംജ്ഞിതം ഭൂതദൃക്തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ. ദേവസംജ്ഞിതമപ്യന്തേ കൃമിവിഡ്ഭസ്മസംജ്ഞിതം ഭൂതദൃക്തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ. അപ്പൊ ഏത് ദേഹമായിക്കോട്ടെ, മനുഷ്യദേഹം മാത്രമല്ല അതിലും ഉയർന്നതെന്നൊക്കെ കരുതുന്നതായിട്ടുള്ള ദേഹങ്ങൾ, അതുപോലെ ദേവസംജ്ഞിതം, ദേവൻ എന്ന് പേരോടുകൂടിയത്, ദേവയോനിയിൽ ജനിച്ചത് എന്നൊക്കെ പേരുള്ളതാണെങ്കിലും അന്തേ കൃമി വിഡ് ഭസ്മസംജ്ഞിതം, അവസാനം എല്ലാം തന്നെ ഇങ്ങനെയുള്ള നിസ്സാര വസ്തുക്കളായി, നിന്ദ്യ വസ്തുക്കളായി പരിണമിക്കുന്നതാണ്. ഒന്നുകിൽ കൃമിയായി, അല്ലെങ്കിൽ കൃമികൾക്ക് ഭക്ഷണമായി, അല്ലെങ്കിൽ വിട്ട് എന്ന് പറഞ്ഞാൽ മലമായി, ആരുടെയെങ്കിലും തിന്നു മലമായി മാറുന്നതാണ്, അല്ലേ? കൃമി, വിട്ട്. അതുപോലെ ഭസ്മം, ചാരമായി തീരാനുള്ളതാണ്. കത്തിച്ചു കളഞ്ഞാൽ ചാരമായിട്ട് തീരും. അപ്പോൾ ഒന്നുകിൽ മലമായിട്ടോ അല്ലെങ്കിൽ ചാരമായിട്ടോ അല്ലെങ്കിൽ കൃമികളുടെ ശരീരമായിട്ടോ മാറുന്നതാണ് ഈ നമ്മുടെ ശരീരം. അത് എത്ര വലിയ വിശിഷ്ട ശരീരമായിക്കോട്ടെ, രാജാവിന്റെ ശരീരമായിക്കോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ അമേരിക്കൻ പ്രസിഡന്റിന്റെയോ ശരീരമായിക്കോട്ടെ, എല്ലാം മാറുന്നതാണ്, എല്ലാം ചീഞ്ഞഴുകാനുള്ളതാണ്. എത്ര കോടീശ്വരനാണെങ്കിലും, ഏതവസ്ഥയെ പ്രാപിച്ചവനാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ആ ഒരു നിസ്സാരമായിട്ടുള്ള ഈ നിന്ദ്യമായ വസ്തുവാക്കാനുള്ള ഈ ശരീരത്തെ നിങ്ങൾ ഇങ്ങനെയൊന്നും കൊണ്ടാടേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊന്നും പോഷിപ്പിക്കേണ്ട ആവശ്യമില്ല, അതിനോടുള്ള സ്വാർത്ഥത കൊണ്ട് മറ്റു ജന്തുക്കളെ ഹിംസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തത്കൃതയെ ഭൂതദൃക്ക് സ്വാർത്ഥം വേദകിം. തത്കൃതേ, തദ്ദേഹകൃതേ, ഈ നിന്ദ്യമായ ദേഹത്തിന് വേണ്ടി ഭൂതദൃക്ക്, ഭൂതങ്ങളെ ദ്രോഹിക്കുന്നവൻ, മറ്റു ജീവജാലങ്ങളെ ദ്രോഹിക്കുന്നവൻ, സ്വാർത്ഥം വേദകിം, അവൻ സ്വന്തം അർത്ഥത്തെക്കുറിച്ച് അറിയുന്നുണ്ടോ? അവന്റെ പരമപുരുഷാർത്ഥത്തെക്കുറിച്ച് വല്ല ചിന്തയുമുണ്ടോ? തനിക്ക് എന്താ വേണ്ടതെന്ന് വല്ല വകതിരിവും അവനുണ്ടോ? എല്ലാവർക്കും വേണ്ടത് എന്താണ്? ശാന്തിയും സമാധാനവും സുഖവും ആനന്ദവുമാണ്. അതാണ് വേണ്ടതെങ്കിൽ ഈ പ്രവൃത്തികളിൽ നിന്ന്, ഈ നിന്ദ്യ പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കണം. ഈ ക്രൂര പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ചവർക്ക് മാത്രമുള്ളതാണ് സുഖവും ആനന്ദവും ശാന്തിയും. ഭൂതദ്രോഹികളായിട്ടുള്ളവർക്ക് ഒരിക്കലും ശാന്തി കിട്ടാൻ പോകുന്നില്ല, സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഹിംസ ഉപേക്ഷിച്ചവർക്കുള്ളതാണ് സുഖം. അപ്പോൾ അതാണ് പറയുന്നത്, കിം വേദ സ്വാർത്ഥം വേദ കിം, അവന്റെ പരമ ജീവിതത്തിന്റെ പ്രയോജനത്തെ കുറിച്ച് അറിയുന്നുണ്ടോ? ഈ മനുഷ്യ ജന്മം കൊണ്ട് നേടേണ്ട പരമപുരുഷാർത്ഥം എന്താണ്? സകല ജീവജാലങ്ങളിലുമുള്ള ഈശ്വരനെ, ആത്മാവിനെ തിരിച്ചറിയലാണ്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. ഈ ഒരു ഭാവത്തില്
കാണേണ്ടതിന് പകരം ഹിംസിക്കുക തന്റെ സ്വാർത്ഥത കൊണ്ട്, ഈ ദേഹത്തിനെ മാത്രം തൻ്റേതെന്ന് കരുതിയിട്ട്, ഇത് മാത്രമാണ് ഞാൻ, ഇത് മാത്രമാണ് എൻ്റെ, ഇതിനെ മാത്രം പോഷിപ്പിക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അതിനുവേണ്ടി ഞാൻ ആരെ വേണമെങ്കിൽ, ഏത് ജന്തുവിനെ വേണമെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിൽ ഉപദ്രവിക്കും എന്ന് കരുതുന്നവൻ അത്യന്ത മൂഢനാണ്. അപ്പൊ യതഃ നിരയഃ, യതഃ യാതൊന്നു നിമിത്തമായിട്ട്, നിരയഃ നിരയഃ നരക പരമ്പരകൾ, ദുഃഖ പരമ്പരകൾ, പലതരത്തിലുള്ള നരകങ്ങൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രോഗാദികളായും പലതരത്തിലുള്ള ദാരിദ്ര്യാദി അവശതകളായും മറ്റുള്ളവരുടെ നിന്ദകളായും ബന്ധുക്കളുടെ അകാല വിയോഗങ്ങളായും ഏതൊക്കെ രീതിയിൽ ഇവിടെ തന്നെ നരകം അനുഭവിക്കാം. കഴിഞ്ഞ് പുറത്തു പോയാലും ഈ ദേഹം വെടിഞ്ഞു പോയാലും മറ്റു നരകങ്ങളിലൊക്കെ ചെന്ന് പീഡകൾ അനുഭവിക്കാം. അപ്പോ നാരദ മഹർഷി ഇതിലൂടെ, ഈ ഗാനത്തിലൂടെ ലോകത്തിന് തരുന്ന സന്ദേശമാണ്, എത്ര വിശിഷ്ട ശരീരമായിക്കോട്ടെ ഹിംസ ചെയ്യുന്നവർക്ക് ഈ നരകമാണ് ഗതി എന്നത് ഓർമ്മിക്കുക എന്ന് പറയണം. ഇനി ചിന്ത തുടരുകയാണ്. നമുക്ക് വൈകുന്നേരം കാണാം, 6:30 കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം നാരായണ. വൈകിട്ട് കാണാം. നാളെ ക്ലാസ് ഉണ്ടാവില്ല. നാളെ ഗുരുവായൂരിലേക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓ, ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.